ദൈവത്തിന്റെ മകനായി നിന്നെ ഒരു സാധനം കൊണ്ടൊന്ന് കുഴിച്ചിട്ടിട്ട് അതുകൊണ്ട് തകർക്കാൻ പറ്റുമെന്നാണ് നിന്റെ വിശ്വാസം. ഈ ലോകം ഞാൻ ഊരിക്കളയും, ഇത് ഞാൻ ഊരിക്കളയും, എന്റെ പൗരോഗത്തെ ഞാൻ ഉപേക്ഷിക്കും. സഹി കെട്ടിട്ട് സങ്കടം വന്നുകൊണ്ട് പറയുന്ന ഇതിന്റെ പുറകെ പല ധ്യാനഗുരുക്കന്മാരും ധ്യാനഗുരുത്തിമാരും ചില വൈദികരും ചില സിസ്റ്റേഴ്സും ഒക്കെ പോകുന്നത് കാണുമ്പോൾ സഹിക്കവയ്യായിട്ട് പറഞ്ഞു പോകുന്നതാണ്. കൂടോത്രം എടുത്തു കളയുക, ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഓടെ തമ്പരാൻ അടിച്ചു നിന്നെയൊക്കെ പുറത്താക്കും. നരകത്തില് ഇന്ത്യൻ കറൻസി ആണോ അതോ ഡോളറാണോ അതോ യൂറോയാണോ നരകത്തിൽ ഉപയോഗിക്കുന്നത്? പിശാച് നിന്റെ ആത്മാവിനെ പിടിക്കാൻ വരുമ്പോൾ തൊഴുത്തി കൊണ്ടുപോയിട്ട് കുരിശു കുഴിച്ചിട്ടിട്ട് എന്നാ മെച്ചമെന്ന് നിങ്ങളത് പറഞ്ഞു. സത്യം ആരെങ്കിലും പറയാതെ തരില്ല. അതുകൊണ്ട് കൂടോത്രം എടുത്ത് കളയല്ല ചെയ്യേണ്ടത്. എന്താണ് എടുത്ത് കളയേണ്ടത്? ഒരു സഹോദരി എൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ എന്നോട് പരാതി പറഞ്ഞു, അച്ഛാ, വീട്ടിൽ ഭയങ്കര പ്രതിസന്ധിയാണ്, ഭയങ്കര പ്രശ്നമാണ്. എന്നിട്ട് ഞാൻ ഒരു പ്രാർത്ഥനക്കാരൻ എൻ്റെ വീട്ടിൽ വന്നു. ആ പ്രാർത്ഥനക്കാരൻ പ്രാർത്ഥിച്ചിട്ട് കാരണം കൃത്യം പറഞ്ഞച്ചാ, കൃത്യം പറഞ്ഞു. അതിന് പ്രകാരം അച്ഛാ, ഞാൻ കുറച്ച് കുന്തിരിക്കം കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ കുറച്ച് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ കുറച്ച് കുരിശു കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛൻ ഇതെല്ലാം ഒന്ന് വെഞ്ചരിച്ചാട്ടെ. അഭിഷേകമുള്ള അച്ഛൻ വെഞ്ചരിക്കണമെന്നാണ് അയാൾ പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ചേട്ടത്തി അഭിഷേകമുള്ള ഒരു അച്ഛനെ കണ്ടുപിടിച്ച് ഞാനാണ്. പക്ഷെ ബാക്കിയുള്ള എന്നെക്കാൾ അഭിഷേകമുള്ള അച്ഛന്മാർ ചിലപ്പം തിരക്കായതുകൊണ്ട് കിട്ടാത്തതുകൊണ്ടായിരിക്കാം. ഏതായാലും എന്നെ കണ്ടുപിടിച്ചിട്ട് അച്ഛനൊന്ന് വെഞ്ചരിച്ചാട്ടെ. അപ്പം ഞാൻ വെഞ്ചരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ചേട്ടത്തി എന്താ പ്രശ്നം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞല്ലോ, എന്താ പ്രശ്നം? അതെന്നാന്നറിയാ, അതേ എൻ്റെ ഒരകന്ന ബന്ധു എൻ്റെ വീടിൻ്റെ മുകളിലെ വാട്ടർ ടാങ്കിൽ കൂടോത്രം കൊണ്ടുവന്നിട്ടതാണ്. കൂടോത്രം അത് പൊടിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ദൈവമേ, വീടിൻ്റെ മണ്ടയിലെ അത്ര ഉയരത്തിൽ മകളാ, ഈ വീടിൻ്റെ മണ്ടയിൽ ഈ മകൾക്ക് കയറാൻ പറ്റുമോ കൂടോത്രം ഇടാനായിട്ട്? നിങ്ങൾ ആരും ഇത് കണ്ടില്ലേ? അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ചെവൻ അത്ര മണ്ടയിൽ കയറണ്ട, നിന്നോണ്ടിടാൻ പറ്റും, നിന്നോണ്ടിടാൻ പറ്റുന്നൊരു അകലത്തിലാണ് ഇതിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛാ, എൻ്റെ വെള്ളം കുടിച്ചു, എല്ലാവർക്കും പ്രശ്നം അച്ഛാ, എല്ലാവർക്കും പ്രശ്നം. അതുകൊണ്ട് ഈ തകർച്ച മുഴുവൻ മാറാൻ എന്ത് ചെയ്യണം? കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതും കൂടെ വെഞ്ചരിച്ച് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കുഴിച്ചിടാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. രക്ഷപ്പെട് വച്ചാ, രക്ഷപ്പെടും. മറ്റൊരു ചേട്ടൻ എൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹം ഒരു 46 വയസ്സുള്ള വിദ്യാഭ്യാസമുള്ള PG വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ വീട്ടിൽ 1-2 വിഷമങ്ങൾ പ്രതിസന്ധികളും വന്നു. ഉടനെ അദ്ദേഹവും ഇതുപോലെ പാലായിൽ നിന്ന് വന്ന ഒരു പ്രാർത്ഥനക്കാരൻ, ഈ പ്രാർത്ഥനക്കാരൻ ഈ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഈ തൊഴുത്തിൽ കൂടോത്രം വെച്ചിട്ടുണ്ട്. എന്ത് പറ്റി? 25 ലിറ്റർ പാലുള്ള പശു വീണ് ചത്തു. എന്നോട് പറഞ്ഞു, ഈ സ്ഥലം വിറ്റിട്ട് അന്നേരം ഇവിടുന്ന് മാറിക്കോളാൻ പറഞ്ഞു. 3 കോടി രൂപയോളം വില വരുന്ന കുറേ ഏക്കർ ഭൂമിയാണ്. ഒരു പ്രത്യേകമായ സിറ്റിയിൽ ഏകദേശം കണ്ണായ സ്ഥലത്ത് കിടക്കുന്ന സ്ഥലമാണിത്. ഇന്നിപ്പോൾ ഇത്രയും സ്ഥലമൊന്നും വിറ്റ് പെട്ടെന്ന് 3 കോടി രൂപയൊക്കെ കിട്ടി പോകുന്നൊന്നും എളുപ്പമല്ല. ഞാൻ പലരോടും ചോദിച്ചു, ആർക്ക് ഈ ഭൂമി വേണ്ട? കുറച്ചൊക്കെ വേണമെങ്കിൽ മേടിക്കാം, പക്ഷെ കുറച്ച് കൊടുത്തിട്ട് അങ്ങനെ പോകുന്നേ. എൻ്റെ അച്ഛൻ എന്ത് ചെയ്യുന്നറിയാതെ ഞാൻ നെട്ടോട്ട് ഓടി. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ മരണം വരെയും സംഭവിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അച്ഛാ, ഒരു സ്വസ്ഥതയില്ല അച്ഛാ. അച്ഛാ, ഒരു പശു ചത്തു. അത് പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് ആന വെള്ളമൊക്കെ തളിച്ച് പിന്നെ കുന്തിരിക്കൊക്കെ പുകച്ച് ഒരുമാതിരിയൊക്കെ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് ക്രമീകരിച്ചു. അച്ഛാ, ഇന്നലെ 2ാമത്തെയും പശുവും ചത്തച്ചാ. ഭാര്യ വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്ന അച്ഛാ, മക്കൾ വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്ന. അപ്പോൾ ആരോ പറഞ്ഞു, ഇങ്ങനെ ഒരു അച്ഛനുണ്ട്, ഈ അച്ഛൻ കൂടോത്രത്തിൻ്റെ എക്സ്പേർട്ടാണ്, അതുകൊണ്ട് എന്നെ തേടി വന്നേക്കുക. നിങ്ങൾ ചിരിച്ചിട്ടൊന്ന്, ഞാനിതിൻ്റെ എക്സ്പേർട്ടാണ്.
നിനക്ക് എവിടെയെങ്കിലും കൂടോത്രമുണ്ട് എന്നോട് പറഞ്ഞു. നിങ്ങളുടെ വീട്ടിലോ ഇനി വാട്ടർ ടാങ്കിലോ എവിടെയെങ്കിലും പറഞ്ഞു. എനിക്കൊരു പ്രത്യേക സിദ്ധിയുണ്ട്. ഞാൻ ചുമ്മാ പറയുന്നൊന്നുമില്ല, എൻ്റെ അച്ഛന്മാരൊന്നും പറയല. അങ്ങനെ സിദ്ധിയുള്ള കുറേ അച്ഛന്മാരുണ്ട്. ഞാൻ ഇവിടെ ഇരുന്നോട്ട് കരിച്ചു കളയും. ഇവിടെ ഇരുന്നോട്ട് ഞാൻ ഈ കൂടോത്രം കരിച്ചു കളയുന്ന ആളാണ്. ഇനി അത് അങ്ങനെ കരിച്ചിട്ട് പോകാത്തുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് ഞാൻ എടുത്തു കളഞ്ഞോളാം. ഈ കൂടോത്ത പ്രശ്നം വിഷമിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മദർ ഹോമിൽ വരിക. ഇത് മുഴുവൻ കേൾക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് എണീറ്റ് പോയേക്കരുത് കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ ഈ കൂടോത്രത്തിൻ്റെ വ്യാപകരായി നിങ്ങൾ മാറണം. നിങ്ങൾ ഇന്ന് എല്ലാവരോടും പറയണേ, എൻ്റെ കൂടോത്രമുണ്ട്, കൂടോത്രം വലിയ പ്രശ്നമാണ്, അതുകൊണ്ട് കൂടോത്രത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം, പ്രസംഗിക്കണം. ക്രിസ്തുവിനെ ഒന്നും പ്രസംഗിക്കണം, നമ്മൾ കൂടോത്രത്തെയാണ് ഇപ്പം പ്രസംഗിക്കേണ്ടത്. കൂടോത്രമാണ് വലിയ പ്രശ്നമായിട്ട് നമുക്ക് മാറിയിരിക്കുന്നത്. എന്ന് പറയപ്പെട്ടവരെ, ഈ ചേട്ടനിങ്ങനെ അണയ്ക്കുക, ശ്വാസം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ ആരാ പറഞ്ഞു വിട്ട് ഞാനിതിൻ്റെ എക്സ്പേർട്ടാണെന്ന്? എല്ലാവരും പറയുന്നുണ്ട്. അച്ഛാ ആണോ? എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കേ. ചേട്ടനോട് ഇരുന്നു. ഞാൻ ചോദിച്ചു, ചേട്ടൻ്റെ വീട്ടിലെ കൂടോത്ര പ്രശ്നങ്ങളൊന്നും ഭയപ്പെടേണ്ട, എന്നിൽ വിശ്വാസം ഉണ്ടല്ലോ? ഉണ്ട്. അതാണ് ഈ കുഴപ്പം. ഓടേതമ്പരാനില്ല, പക്ഷെ അച്ഛന് ഭയങ്കര വിശ്വാസം കേട്ടെ. ഇതല്ലേ കൂടോത്രമൊക്കെ ഞാൻ എടുത്ത് മാറ്റും, പേടിക്കൊന്നും വേണ്ട, അവിടെ ഇരുന്നോളാം. ചേട്ടൻ അവിടെ ഇരുന്നു. ഞാൻ ചോദിച്ചു, ഒന്നുണ്ട് സംശയങ്ങൾ ചോദിക്കട്ടെ? ചോദിച്ചു. അച്ഛാ, ആദ്യത്തെ പശു ചത്തുച്ച എത്ര ലിറ്റർ പാലാണ്? 25 ലിറ്റർ. ഇത് ചത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മാംസം പിശാച് എടുത്തുകൊണ്ട് പോയോ? ഇതിൻ്റെ ഈ ചത്ത പശുവിൻ്റെ മാംസം ഈ കൂടോത്രത്തിൽ പിശാചല്ലേ പ്രവർത്തിക്കുന്നേ? ആണോ? ദൈവം പിശാചും അല്ലാതെ എൻ്റെ ഇടയ്ക്ക് മൂന്നാമത് ഏതെങ്കിലും കക്ഷി കയറി വന്നിട്ടുണ്ടോ? നിങ്ങൾ എന്നെ ഇതൊന്നും കേൾക്കാത്ത മട്ടില്ല എന്നെ നോക്കുന്നേ. ദൈവം, നന്മ, പുണ്യം അല്ലേ, കൃപയുടെ ശക്തി. ഇപ്പുറത്ത് പിശാച്, നാശം, തകർച്ച, ദുഷ്ടാരൂപി. ഈ ദൈവവും പിശാചും അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ചങ്ങാതി കയറി വന്നിട്ടുണ്ടോ നമ്മളെ തകർക്കാൻ? ദൈവം പിശാചും അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടോ? ആർക്കറിയാം? എല്ലാം കൂടെ ഒരു കൺഫ്യൂഷനായി. ക്രിസ്ത്യാനി ഉണ്ടല്ലോ, എല്ലാം കൂടി ഒരു കൺഫ്യൂഷനായിട്ടിരിക്കുക. ചേട്ടത്തി വന്നിട്ട് പാമ്പിൻ്റെ വായിൽ ഇട്ടു 10 രൂപ, പുണ്യാളച്ചനും കൊടുത്തു 50. ഇതേതാ രക്ഷിക്കുന്ന ആർക്കറിയാം? നമ്മുടെ അവസ്ഥ ഇതാ. മക്കളെ ഓർത്തുകൊള്ളുക, ദൈവം, ദുഷ്ടാരൂപി, പിശാച്, ഇതല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ശക്തിയില്ല, വേറൊരു ശക്തിയില്ല. കൂടോത്രത്തിലും മന്ത്രവാദത്തിലും മഷിനോട്ടത്തിലും കൈവശത്തിലും കന്നിമൂലയിലും അതുപോലെ ആഭിചാര പ്രവർത്തനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചു, പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്ന ശക്തി ദുഷ്ടാരൂപിയാണ്, പിശാചാണ്. മറുവശത്ത് ദൈവം. ഇതല്ലാതെ എൻ്റെ ഇടയ്ക്ക് വേറെ ശക്തിയൊന്നുമില്ല. ഇനി കേട്ടോ. അപ്പം ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ കൂടോത്രം വെച്ചപ്പം പിശാചാണല്ലോ പ്രവർത്തിക്കുന്നത്. അതെ. ഈ ചത്ത പശുവിൻ്റെ മാംസം പിശാച് ചുമന്നുകൊണ്ട് നരകത്തിലേക്ക് പോകുന്നത് കണ്ടോ? ഇല്ല. ഈ പശുവിൻ്റെ തോല് പിശാച് എടുത്തുകൊണ്ട് നരകത്തിലേക്ക് പോകുന്നത് കണ്ടോ? ഇല്ല. എല്ലു കൊണ്ടുപോയോ? ഇല്ല. പിന്നെ നമ്മുടെ മലബാറുകാർ ചേട്ടൻ പറയുന്നത് പോട്ടി, അങ്ങനെ സാധനം ഇല്ലേ? ഉണ്ട്. അതെടുത്തോണ്ട് പോകുന്നുണ്ടോ? നിനക്ക് ഭയങ്കര ഡിമാൻഡാന്ന് പറഞ്ഞു കേട്ടോ. എനിക്കറിയത്തില്ല കേട്ടോ. കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല. ഇല്ലേ? ഇല്ല. അപ്പൊ ഈ പശുവിനെ എന്ത് ചെയ്തു? കുഴിച്ചിട്ടു. പശുവിനെ കുഴിച്ചിട്ടു. ഇന്നലെ പശു ചത്തു. എത്ര ലിറ്റർ? അതിന് ഏകദേശം 10-20-25 ലിറ്റർ ഉണ്ടായിരുന്നു വെച്ചാൽ. അതിൻ്റെ ഇറച്ചി പിശാചു കൊണ്ടുപോയോ? ഇല്ല. എല്ലു കൊണ്ടോ? ഇല്ല. തോലു കൊണ്ടുപോയോ? ഇല്ല. മറ്റെന്തെങ്കിലും പിശാചു എടുത്തോണ്ട് പോയോ? ഇല്ല. എന്ത് ചെയ്തു? കുഴിച്ചിട്ടു. അപ്പം ഞാൻ ചോദ്യം ചോദിക്കട്ടെ ഏട്ടാ? അച്ഛൻ ചോദിക്കച്ചാ, ഈ 2 പശുവിനെയും പിശാചാണല്ലോ കൊന്നേ കൂടോത്രത്തിൽ. അപ്പം പിശാച് ഇതിനെ കൊന്നതുകൊണ്ട് എന്താ മെച്ചം? പിശാച് ഈ 2 പശുവിനെയും കൊന്നതുകൊണ്ട് പിശാചിന് എന്താ മെച്ചം? ലാഭം എന്താ? നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് ഒന്നും ഒരു കാര്യമില്ല. മിണ്ടാതിരുന്നിട്ട് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. നിങ്ങളെ കൊണ്ട് ഞാൻ പറയും. ഞാൻ 2 കരുതിയാ വന്നേക്കുന്നത്. കുരിശൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട്. പിശാചിനെ കുറിച്ച് പറയുന്നതാണ്. അതുകൊണ്ട് അവൻ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കും. ഞാൻ പുളിങ്ങോത്തപ്പുറത്തൊരു പള്ളിയിൽ പണ്ട് ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറയുന്ന ഒരു മനുഷ്യൻ പിച്ചാത്തിയായിട്ട്, നീ അത് പറയുമല്ലേ പറഞ്ഞുകൊണ്ട് ഒരു കുടിയൻ പിച്ചാത്തിയായിട്ട് വന്നു. വെളിവുള്ള ചേട്ടന്മാർ നടക്കുന്നുണ്ട്, അതുങ്ങൾ കയറി പിടിച്ചു. അല്ലെങ്കിൽ എൻ്റെ കാര്യം തീർന്നതിനും പണ്ട്
എപ്പം പിശാച് ഇവിടുന്ന് വരുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നല്ല ഇതൊക്കെ ഇറ്റാലിയൻ കുരിശ കേട്ടോ, ഇന്ത്യയിൽ നിന്ന് മേടിച്ചൊന്നുമല്ല, കലർപ്പില്ലാത്ത സാധനമാണ്. വത്തിക്കാനിൽ നിന്ന് വെഞ്ചരിച്ചുകൊണ്ട് വന്നതാ, ഒറ്റ വെട്ടുവെട്ടിയുണ്ടല്ലോ. ആ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ, സ്വരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങൾ താത്തിക്കേ. ഇനി എൻ്റെ ഉത്തരം ഇങ്ങ് പറഞ്ഞ മക്കളെ, ഈ 2 പശുവിനെ പിശാച് കൊന്നിട്ട് പിശാചിന് എന്ത് മെച്ചം? എന്തെങ്കിലും മെച്ചമുണ്ടോ? ഇറച്ചി കൊണ്ടുപോയിട്ടില്ല, എല്ല് കൊണ്ടുപോയിട്ടില്ല, തോല് കൊണ്ടുപോയിട്ടില്ല. ഒരു സാമ്പത്തികമായി ഒരു മെച്ചവും പിശാചിനില്ല. അങ്ങനെ സാമ്പത്തികമായിട്ടോ ഭൗതികമായ ഒരു മെച്ചവും പിശാചിനില്ലെങ്കിൽ പിന്നെ പിശാച് എന്തിനാ ഈ പണിക്ക് നിൽക്കുന്നേ? നിങ്ങൾ മറുപടി പറ. നിങ്ങളുടെ ബിസിനസ് പിശാച് തകർത്തു. കൂടോത്രം കിട്ടിയച്ചാ, കഴിഞ്ഞ ദിവസം വന്ന ഒരാളാ വെള്ളരിക്കൊണ്ട് ഭാഗത്തുനിന്നാ, കടയിൽ നിന്ന് കിട്ടിയച്ചാ, ഹോ അത് കിട്ടി കണ്ട് പിടിച്ചു കഴിഞ്ഞപ്പോഴേച്ചു ഒരു സമാധാനമായത്. അതെടുത്ത് കളഞ്ഞച്ചാ. എന്നിട്ടോ കളഞ്ഞോ, പക്ഷെ സംഭവമൊക്കെ പഴയതുപോലെ തന്നെ അച്ഛൻ. കൂടോത്രം എടുത്ത് കളഞ്ഞു. ഈ കൂടോത്രം എടുത്ത് കളയാൻ വന്ന് പുള്ളിക്ക് എത്ര കൊടുത്തു? 3000 രൂപ. 3000 രൂപയും വണ്ടിക്കൂലി. പക്ഷേ അവസ്ഥ എങ്ങനെയുണ്ട്? അവസ്ഥയൊക്കെ പഴയത്, പക്ഷെ പിശാചിനെടുത്ത് കളഞ്ഞല്ലോ അച്ഛാ, സമാധാനം. അതുകൊണ്ട് വീട്ടിലൊരു സമാധാനമുണ്ട് അച്ഛാ. മക്കളെ, ഈ അനാദിക്കടയിൽ പിശാച് കൂടോത്രം കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ അനാദിക്കട തകർത്തിട്ട് പിശാച് ഈ അരിയും മീനും ഉള്ളിയും മുളകും ചുവന്നുകൊണ്ട് നരകത്തിലേക്ക് പോയോ? കൊണ്ടുപോകുന്നുണ്ടോ? നിങ്ങൾ മറുപടി കൊണ്ട്, അല്ലാതെ നിങ്ങളെന്ന് വിടിയാൽ ഞാൻ ഇതൊന്നും ശരിക്കൊന്നും പഠിപ്പിക്കാതെ വിടിയല്ല. ഇതെടുത്തോണ്ട് പിശാച് നരകത്തിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾ ബിസിനസ് പിശാച് തകർത്തിട്ട് പിശാചിന് എന്താ മെച്ചം? ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. എന്താ മെച്ചം? മെച്ചം എന്താ ഞാൻ ഇത്രയും പറയാം. നിങ്ങളുടെ ജോലി കളഞ്ഞു. 1.5 ലക്ഷം രൂപ കിട്ടിക്കൊണ്ടിരുന്ന ജോലി കളഞ്ഞു. അതുകൊണ്ട് ആ പൈസ മുഴുവൻ പിശാച് അടിച്ചു മാറ്റിവെച്ചാ കൊണ്ടുപോയി. നരകത്തിൽ ഇന്ത്യൻ കറൻസി ആണോ അതോ ഡോളറാണോ അതോ യൂറോയാണോ നരകത്തിൽ ഉപയോഗിക്കുന്നത്? ചിരിക്കാതെ കാര്യം പറ. നരകത്തിലെ കറൻസി ഏതാ മക്കളെ? യൂറോയാ? റിയാല? അപ്പം നിങ്ങളുടെ ജോലി കളഞ്ഞിട്ട് പിശാചിന് എന്താ മെച്ചം? എൻ്റെ മക്കൾ, ഇത് വലിയൊരു ദുരന്തമാണ്. നിങ്ങൾ കേട്ടോ, പിശാച് നിങ്ങളെ ആക്രമിക്കാം. പിശാചുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും അച്ഛൻ പറഞ്ഞിട്ടില്ല. പിശാചുണ്ട് എന്ന് ഉറപ്പിച്ചോളുക. പിശാചുണ്ട്. ഈ പിശാച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിശാചിന് ലക്ഷ്യമുണ്ട്. പിശാച് എങ്ങനെ ഇരിക്കുന്നേ? നമ്മുടെ താനനുസരിച്ച് കൊമ്പും വാലും എല്ലാം വെച്ച് ആര് കണ്ടാലും ഞെട്ടുന്ന ഒരു സാധനമായിട്ടാണ്, ഭീകരജീവിയായിട്ട്. അങ്ങനെ ഭൂമുഖത്തൊരു പിശാചും ഇല്ല. പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധം ടെംപ്റ്റേഷൻ, പ്രലോഭനമാണ്. പ്രലോഭനം വരണമെങ്കിൽ ഇത് കാണുമ്പോൾ പ്രലോഭനം തോന്നിക്കുന്ന അവസ്ഥയിൽ, അവതരണത്തിൽ ഈ സാധനം വരണം, അല്ലേ? ഞാനിങ്ങനെ നിൽക്കുക, അപ്പോൾ ഒരു പിശാച് ഇങ്ങോട്ട് വരിക, 2 കൊമ്പ്, 2 തേറ്റപ്പല്ല്, ഭീകരരൂപി. എനിക്ക് എന്തെങ്കിലും പ്രലോഭനം ഉണ്ടെങ്കിൽ അപ്പാടെ തെറിച്ച് ദൂരെ പോകും, ഞാൻ ഓടി രക്ഷപ്പെടും, ഇല്ലേ? അല്ലേ? ഈ സാധനത്തെ കണ്ടല്ല ആർക്ക് എന്ത് പ്രലോഭനം വരുമെന്ന് നിങ്ങൾ പറയുന്നേ? അതുകൊണ്ട് ഭൂമുഖത്ത് ഏറ്റവും സുന്ദരനാണ് പിശാച്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൗരവമായ പ്രലോഭനം നൽകുന്നത് എന്തും അത് ആ രീതി നമുക്ക് കണക്കാക്കി എടുക്കാൻ പറ്റും. ആകട്ടെ, ഇനി ശ്രദ്ധിച്ചു കേട്ടോ. പിശാചിന് വേണ്ടത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഒരു ഭൗതിക സാധനവും പിശാചിന് വേണ്ട. ശ്രദ്ധിച്ചു പഠിക്കണേ. കാരണം പിശാച് ഒരാത്മാവാണ്, ശരീരമല്ല. പിശാച് ആത്മാവാണ്, ദുരാത്മാവാണ്, ശരീരമല്ല. അതുകൊണ്ട് ശരീരത്തെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് പിശാചിനൊന്നും വേണ്ട. മദ്യം വേണ്ട, ഭക്ഷണം വേണ്ട, അതുപോലെ പാർപ്പിടം വേണ്ട, ഒന്നും വേണ്ട. കാരണം അതിന് ശരീരമില്ല പിശാചിന്. ശരീരിയായിട്ടും രൂപിയായിട്ടും വന്ന് ഭയപ്പെടുത്തും, പക്ഷേ അത് അരൂപിയാണ്. പിശാചിന് വേണ്ടത് ഒരേ ഒരു കാര്യമുള്ളൂ. എന്താന്ന് പറയാമോ? ഒരേ ഒരു കാര്യമേ പിശാചിന് വേണ്ടൂ. അതെന്താന്ന് പറയാമോ? ഉണ്ടെന്നില്ല. എന്താണ്? നശിപ്പിക്കുന്നു. മനസ്സിലാക്കി? അത് നശിപ്പിക്കുന്ന എന്തിനാ? വീട് കയറി നശിപ്പിക്കുന്നു, അല്ലെ ജോലി എളുത്ത് നശിപ്പിക്കുന്നു, അല്ല യുദ്ധം ചെയ്യിപ്പിക്കുന്നു, തകർക്കുന്നു. എന്തിന്? അത് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമാണ് എനിക്ക് കിട്ടേണ്ടത്.
അപ്പോൾ ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ പിശാചിന് എന്തേരെ പണിയെടുത്താലാ അല്ലേ? അന്തോനീസ് പുണ്യാളും പിശാചും കൂടെ നടക്കാൻ പോയി, വൈകുന്നേരം നടക്കാൻ പോയി. അപ്പോൾ അന്തോനീസ് പുണ്യാളും പറഞ്ഞു, നീ നിൻ്റെ പണി ചെയ്യാം, ഞാൻ എൻ്റെ പണി ചെയ്യാം. അവർ പിരിഞ്ഞു. അന്തോനീസ് പുണ്യാളും പോയി കുറേ പുണ്യപ്രവൃത്തികൾ ചെയ്തു. രോഗിയായ ഒരാൾ വഴിക്കടപ്പുണ്ടായിരുന്നു, അതിനെ എടുത്തുകൊണ്ട് കുളിപ്പിച്ച് ഭക്ഷണമെല്ലാം കൊടുത്ത് വീട്ടിലാക്കി. അങ്ങനെ പുണ്യപ്രവൃത്തിയെല്ലാം ചെയ്തു. പിശാചും പോയി. രണ്ടുപേരും കൂടെ പിന്നെ തിരിച്ചു വന്നു. പിശാചിനോട് ചോദിച്ചു, നീ എന്താ ചെയ്തേ? പിശാച് പറഞ്ഞു, എൻ്റെ പരിപാടി നശിപ്പിക്കുക എന്നുള്ളതാണല്ലോ അല്ലേ. ഞാനങ്ങനെ അങ്ങ് പോയപ്പോൾ ഒരു ചേടത്തി പശുവിനെ കറക്കുന്നത് കണ്ടു. അപ്പം ഞാനൊരു കമ്പെടുത്തിട്ട് എൻ്റെ അകടിനിട്ടൊരു കുത്തം വെച്ച് കൊടുത്തു. അപ്പോൾ പശു ഒറ്റ തൊഴി വെച്ച് കൊടുത്തു ചേടത്തിക്കിട്ട്. പാലും പാത്രം പോയി, ചേടത്തി മറിഞ്ഞും വീണു. ചേടത്തി അവിടെ കിടന്ന് കാറി. ഇത് കണ്ട കെട്ടിയൊന്നെ ഇറങ്ങി ഓടി ഒന്ന് കല് കയറിയിട്ട് മുട്ട പൊടി എടുത്ത് പശുവിനൊരു അടി കൊടുത്തു. പശു കയറും പൊടിച്ച് ഇതിലേ തെറിച്ചങ്ങ് പോയിട്ടുണ്ട്. അത്രേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിശാചിനത്ര അവനെ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അവൻ ചെയ്യും. ഒറ്റപ്പോക്കിന് 5 മിനിറ്റ് സമയം കിട്ടുള്ളൂ, അതുകൊണ്ട് അവൻ ചെയ്തു. അവൻ്റെ സ്വഭാവം ഇതാണ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടോ. പിശാചിന് ഒറ്റേ ഒരു കാര്യം വേണ്ടു, എന്തെന്ന് പറയാമോ? ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നതാണ്, നിങ്ങളെ അത് ബോധ്യപ്പെടുത്തണം. നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. പിശാചിന് ഒരേ ഒരു കാര്യമേ വേണ്ടൂ, ഏതാന്ന് പറയാമോ? ഇതാണ് നമുക്ക് ഈ അബദ്ധം പറ്റുന്നത്. നമുക്കിതിനെക്കുറിച്ച് ഒരു പിടുത്തവും ഇല്ല. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. പിശാചിന് വേണ്ട ഏക കാര്യം എന്താ? നിങ്ങൾ മുമ്പ് പറഞ്ഞായിരുന്നു, ആത്മാവ്. ആത്മാവ് ആരുടെ ആത്മാവ്? മനുഷ്യൻ്റെ ആത്മാവ്. എന്നെ ശ്രദ്ധിച്ചു. നിന്റെ ബിസിനസ് തകരുമ്പോൾ നീ നിരാശയിലായി, നീ ഭയപ്പാടിലായി, സങ്കടത്തിലായി. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചു, എൻ്റെ ബിസിനസ് ശരിപ്പെടുത്തി തരണേ. ശരിയാക്കി കിട്ടിയല്ല. നിങ്ങൾ പ്രാർത്ഥിച്ചത് ബിസിനസ് ശരിപ്പെടുത്താൻ, അല്ലാതെ പരിശുദ്ധാത്മാവിനെ വേണം എന്നല്ല. അപ്പോൾ എന്ത് പറ്റി? ഇത് ശരിയാക്കി കിട്ടിയല്ല. അപ്പം മടുക്കും. എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നും അല്ലേ? 2 പശു ചത്തുപോയി. 25 ലിറ്റർ പാലുള്ള 2 പശു ചത്തുപോയി. ഉടനെ നിങ്ങൾ പ്രാർത്ഥിക്കും, ദൈവമേ ഇതെല്ലാം നാശമായല്ലോ, എൻ്റെ വരുമാനമാക്കാൻ തിരിച്ചു തരണമേ, 2 പശുവിനെ വാങ്ങിക്കാനായിട്ട് എന്തെങ്കിലും മാർഗമാക്കി തരണമേ, കറവയുള്ള 2 പശുവിനെ വാങ്ങിക്കാനായിട്ട് ഇപ്പം തന്നെ ലോട്ടറി അടിക്കണേ, അല്ലെ ഇന്നത് കിട്ടണേ. പ്രാർത്ഥിക്കും. കിട്ടിയല്ല. അപ്പം നിങ്ങൾക്ക് പറയും, ഇങ്ങനെ ഒരു ദൈവം ഇല്ല. കാരണം നീ പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവിനെ വേണമെന്നല്ല, നീ പ്രാർത്ഥിച്ചു പശുവിനെ വേണമെന്ന. നീ പ്രാർത്ഥിച്ചത് പശുവിനെ വേണം എന്നാണ്. ജോലി പോയി. 1.25 ലക്ഷം രൂപ IT മേഖലയിൽ, ബാംഗ്ലൂരായിരുന്നു വിചാരിക്കുക. ജോലി പോയി. പ്രാർത്ഥിച്ചു ജോലി കിട്ടിയില്ല. ഭയങ്കര സങ്കടമായി, ഭയങ്കര അരിശമായി. എന്നിട്ട് തീരുമാനം എടുത്തു, ദൈവമില്ല, ഞാൻ മോശമൊന്നും ചെയ്തില്ലല്ലോ, എന്നിട്ട് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ലോ, എന്നിട്ട് എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. ഞാൻ ത്യാഗം ചെയ്തു, ഞാൻ ഉപവാസം എടുത്തു, ഞാൻ നോമ്പ് നോറ്റു, എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. ദൈവമില്ല. നീ പ്രാർത്ഥിച്ചതെന്താ? നീ പ്രാർത്ഥിച്ച് എനിക്ക് പരിശുദ്ധാത്മാവിനെ തരാനല്ല, നീ പ്രാർത്ഥിച്ച് ജോലിക്ക് വേണ്ടിയാ. അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് എന്ത് പറ്റി? അവസാനം പിശാച് കയറി. ആരോട് പിണങ്ങി? നീ മിണ്ടുന്നില്ലല്ലോ. ആരോട് പിണങ്ങി? ആരോടാ പിണങ്ങേണ്ടത്? പിശാചിനോട്. നീ ആരോടാ പിണങ്ങിയ? ദൈവത്തോട്. നീ പിണങ്ങേണ്ടത് പിശാചിനോടാണ്. പക്ഷേ നീ പിണങ്ങിയതാരോ? ദൈവത്തോട്. ഇതാണ് പിശാചിന്റെ തട്ടിപ്പ്, ഇതാണ് പിശാചിന്റെ തന്ത്രം. മനസ്സിലോർപ്പിക്കണേ. ഇനി അടുത്തൊരു കാര്യം, ഇതാണ് എനിക്ക് പ്രധാനമായി നിങ്ങളെ പഠിപ്പിക്കാനുള്ളത്. കൂടോത്രം ഉണ്ടോ? മിണ്ടിയാലെന്ന് എനിക്കറിയാം. അച്ഛൻ്റെ മറുപടി എന്താണ് എന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നിങ്ങൾ മിണ്ടിയാലെന്നറിയാൻ നിങ്ങളുടെ ഉള്ളിൽ ശരിക്കും എൻ്റെ ഉത്തരവുണ്ട്. ഉത്തരം ശരിക്കുള്ളത് കൊണ്ട് എൻ്റെ മക്കളെ, ഒരു 70% ഇവിടെ ഇരിക്കുന്ന ഈ ജനങ്ങളുടെ വിശ്വാസം കൂടോത്രമുണ്ട്. അത് ഫലിക്കും, അതെടുത്ത് കളയാതെ. എനിക്കൊന്ന് 70 അല്ല, ഒരു 80-90% പേരുടെയും വിശ്വാസം ഈ സാധനം ഉണ്ടെന്നുള്ളതാണ്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. പിണങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. കൂടോത്രമുണ്ട്. കൂടോത്രം ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട്, കൂടോത്രം കൊണ്ട് വിൽക്കുന്നവരുമുണ്ട്, എടുത്തു കളയുന്നവരുണ്ട്.
അപ്പം 4 വിഭാഗമാണ്. 1 കൂടോത്രം ഉണ്ടാക്കി കൊടുക്കുന്നവർ, 2 കൂടോത്രം വെക്കുന്നവർ. ഈ ഉണ്ടാക്കി കൊടുക്കുന്ന മേടിച്ച് ആരെ നശിപ്പിക്കണോ അവരെ നശിപ്പിക്കാൻ കൊണ്ട് വെക്കുന്നവർ, 2ാമത്തെ വിഭാഗം. 3ാമത്തെ വിഭാഗം ആരാ? ഇത് കണ്ടെത്തുന്നവർ. 4ാമത്തെ വിഭാഗം ആരാ? ഇതെടുത്ത് കളയുന്നവർ. 5ാമത്തെ വിഭാഗം ആരാ? ഇതിനിരയാകുന്ന നമ്മൾ. ഇങ്ങനെ 5 വിഭാഗമുണ്ട്. കണ്ടെത്തുന്നവർ എടുത്തു കളയുന്ന മിക്കവാറും 1. അതുകൊണ്ട് സ്വാഭാവികമായി 4 വിഭാഗമാണ് ഇനിയുള്ളത്. എത്ര വിഭാഗമുണ്ട്? 1 കൂടോത്രം ഉണ്ടാക്കുന്നവർ, മന്ത്രവാദികളോ അല്ലെ ആഭിചാര പ്രവൃത്തി ചെയ്യുന്നവരോ. 2ാമത്തെ വിഭാഗമോ ഇത് വാങ്ങിക്കുന്നവർ. 2ാമത്തെ വിഭാഗം ആരെയൊക്കെ നശിപ്പിക്കണോ അവിടെ പറമ്പിലോ കിച്ചണിലോ അല്ലെ സോഫയിലോ അല്ലെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുന്ന 2ാമത്തെ വിഭാഗം. 3ാമത്തെ വിഭാഗം ആരാ? ഇത് കണ്ടുപിടിക്കുന്നവരും. സ്വാഭാവികം അവർ തന്നെ കണ്ടുപിടിക്കുന്നവർ തന്നെ എടുത്തു കളയും. 4 ഇതിൻ്റെ ഇരയാകുന്ന നാം. ഇപ്പം എത്ര വിഭാഗമായി? 4 വിഭാഗമായി. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആദ്യത്തെ വിഭാഗത്തെ എടുത്തേ. ഈ കൂടോത്രം ഉണ്ടാക്കുന്ന വ്യക്തി ആഭിചാര പ്രവൃത്തി അല്ലെ മന്ത്രവാദ പ്രവൃത്തി ചെയ്ത് കൂടോത്രത്തിലേക്ക് ഈ സംഭവമൊക്കെ ആക്കി തരുന്ന വ്യക്തി. ഇനി ശ്രദ്ധിച്ചു. കൂടോത്രത്തിൽ പിശാചിനെ ആവഹിക്കുവാണ്. ഒന്നെങ്കിൽ മുട്ടയിൽ, അല്ലെങ്കിൽ പൊടിക്കകത്ത്, അല്ലെ കോഴിത്തലയ്ക്കകത്ത്, അല്ലെ ചരടിനകത്ത്, അല്ലെ മറ്റെന്തെങ്കിലും സ്ഥലത്തേക്ക്, അല്ലേ മന്ത്രവാദക്കാരൻ അല്ല ആഭിചാരക്കാരൻ ഈ കൂടോത്രത്തിൽ പിശാചിനെ ആവഹിച്ചിരുത്തുകയാണ്. അതുകൊണ്ടാണ് ഇത് കൊണ്ട് ഇടുമ്പോൾ ശക്തി കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഒരു സംശയം ഞാൻ നിങ്ങളോട് ചോദിക്കും. ഉത്തരം പറയാതെ ഒന്നും നിങ്ങളെ വിടുകയില്ല. ഈ ആഭിചാരക്കാരൻ, ഈ കൂടോത്രം ഉണ്ടാക്കുന്ന വ്യക്തി ഈ വസ്തുവിലേക്ക് പിശാചിനെ ആവഹിക്കുമ്പോൾ ഈ കൂടോത്രക്കാരനെ പിശാച് അനുസരിക്കണോ പിശാച് കൂടോത്രക്കാരനെ അനുസരിക്കണോ? ഈ വസ്തുവിലേക്ക് പിശാചിനെ ആവഹിച്ചിരുത്തുന്ന മന്ത്രവാദി അല്ല ആഭിചാരക്കാരൻ. അപ്പം ഈ ആഭിചാരക്കാരൻ പറയുന്ന അനുസരിച്ച് പിശാച് പ്രവർത്തിക്കണോ അല്ലെ പിശാച് നിയന്ത്രിക്കനുസരിച്ച് ആഭിചാരക്കാരൻ പ്രവർത്തിക്കണോ? മിണ്ടുന്നില്ല. മിണ്ടുകയാലെന്ന് എനിക്കറിയാം. ഇനി മറിച്ചൊരു വാക്ക്, ഇത് പറയാൻ ഇത്ര പാടാണ്. അല്പം കൂടി എളുപ്പത്തിൽ ചോദ്യം ചോദിക്കാം. ആഭിചാരക്കാരൻ അല്ലെ കൂടോത്രം സൃഷ്ടിച്ചു കൊടുക്കുന്നവനാണോ ശക്തി കൂടുതൽ, അതോ പിശാചനാണ് ശക്തി കൂടുതൽ? പിശാചനാണ് ശക്തി കൂടുതലെങ്കിൽ ഇവൻ വിളിച്ചാൽ പിശാച് നിൽക്കുവോ? പിശാചനാണ് ശക്തി കൂടുതലെങ്കിൽ ഇവൻ വിളിച്ചാൽ പിശാച് അനുസരിക്കോ? ഏമാനെ വരുന്നേ. പിശാചനാണ് ശക്തി കൂടുതലെങ്കിൽ ഇവൻ വിളിച്ചാൽ പിശാച് വരുവോ? പിശാച് ഇവൻ അനുസരിക്കേണ്ട ബാധ്യത എന്താ? യജമാനനാണോ ദാസനാണോ ശക്തി കൂടുതൽ? യജമാനനാണല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെ യജമാനൻ ആരാ? കൂടോത്രക്കാരൻ, മന്ത്രവാദി ആണല്ലോ. പിശാച് ദാസനല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കൂടോത്രം എടുത്തു കളഞ്ഞിട്ട് കാര്യമുണ്ടോ? പിറ്റേന്ന് ഇവന് കൂടോത്രം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇടിയാലേ? അതും എടുത്തു കളഞ്ഞാൽ പിന്നെ 3ാമത് പിന്നെയും കൊണ്ടുവന്ന് ഇടിയാലേ? ഇടുവല്ലോ. അതും എടുത്തു കളഞ്ഞാൽ പിന്നെയും കൊണ്ടുവന്ന് ഇടുവല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂടോത്രം എടുത്ത് കളയണം. ഇത് ഉണ്ടാക്കുന്നവൻ എടുത്തു കളയണം. ഉണ്ടാക്കുന്നവൻ എടുത്തു കളയണം. എന്നിട്ട് എന്തി അത് ചെയ്യാത്ത? ചിരിക്കാതെ കാര്യം പറ മക്കളെ. ഈ കൂടോത്രം നിർമ്മിച്ചു കൊടുക്കുന്നവനെ കണ്ടെത്തി അവൻ ഈ നാശമല്ലേ സമൂഹത്തിന് ചെയ്യുന്നേ? ഈ സമൂഹത്തിന് നാശം ചെയ്യുന്നവനല്ലേ? അവൻ പിശാചിന്റെ ചേട്ടനല്ലേ? പിശാചിന്റെ അപ്പനല്ലേ? കാരണം അവനെ പിശാച് അനുസരിക്കുന്നെങ്കിൽ അവൻ ഈ രാജ്യത്തിനും രാഷ്ട്രത്തിനും സഭയ്ക്കും നിങ്ങൾക്കും ശല്യമല്ലേ? സത്യം ആരെങ്കിലും പറയാതെ തരയില്ല. അതുകൊണ്ട് കൂടോത്രം എടുത്ത് കളയല്ല ചെയ്യേണ്ടത്. എന്താണ് എടുത്ത് കളയേണ്ടത്? ആരെയാണ് എടുത്ത് കളയേണ്ടത്? കൂടോത്രം ഉണ്ടാക്കി കൊടുക്കുന്നവനെ സമൂഹത്തിൽ നിന്ന് നശിപ്പിക്കണം. കാരണം എന്താ? അവൻ കൂടോത്രം നമ്മൾ എടുത്തു കളഞ്ഞാൽ പിന്നെയും അവൻ വെക്കും. അതും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ഉണ്ടാക്കി കൊടുക്കും. അതും എടുത്തു കളയും പിന്നെ അവൻ ഉണ്ടാക്കി കൊടുക്കും. അതും എടുത്തു കളഞ്ഞാൽ പിന്നെ അവൻ ഉണ്ടാക്കി കൊടുക്കും. ഇത് നമ്മൾ ഈ ചെയ്യുന്ന കഷ്ടപ്പാട് മുഴുവൻ വെള്ളത്തിലാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് നിങ്ങളെ ഞാനൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പോവാം. നിങ്ങളുടെ വീട്ടിൽ പലരും വരുന്നുണ്ട് കൂടോത്രം എടുത്ത് കളയാനായിട്ട്.
അവർ കൃത്യം അറിയാം ഇതെവിടാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് അവർ തപ്പി കണ്ടുപിടിക്കുന്നുണ്ട്. ഉണ്ടല്ലോ ഈ തപ്പി ഇത് മണ്ണിൻ്റെ അടിയിൽ, അല്ലെ സോഫയുടെ അടിയിൽ നിന്ന്, അല്ലെ ചേരിൻ്റെ പുറയിൽ നിന്ന്, അല്ലെ കിണറിൻ്റെ സൈഡിൽ നിന്നൊക്കെ കണ്ടുപിടിക്കുന്ന ചങ്ങാതിയെ പിടിച്ചു നിർത്തണം. അവിടെ അവൻ്റെ കാലേ കെട്ടി അവിടെ ഇടണം. എന്നിട്ട് പറയണം ഇതാരാ ഉണ്ടാക്കി തന്നെ, ഇതാരാ ഉണ്ട്. നിങ്ങളിത് കണ്ടുപിടിച്ച് തരാൻ നിങ്ങൾക്ക് ശേഷിയുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയവൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശേഷിയുണ്ടല്ലോ. അല്ല ഇത് വെച്ചവൻ ആരാന്ന് ഈ ചേച്ചിയോട്, എൻ്റെ അടുക്കൽ വന്ന അമ്മച്ചിയോട് പറഞ്ഞല്ലോ, ഈ മകളാണ്, ആദ്യത്തെ കെട്ടിലുള്ള മകളാണ് ഇത് കൊണ്ടുവന്ന് മോളിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. അത്രയും കണ്ടുപിടിക്കാൻ ശേഷിയുള്ള കൂടോത്രം കണ്ടുപിടിക്കുന്നവരുണ്ടല്ലോ, അവൻ അറിയാമല്ലോ ഇതാരാ ഉണ്ടാക്കിയതെന്ന്. കണ്ടുപിടിച്ചുകൊണ്ടും വരാൻ പറയണം, അല്ലാതെ വിടരുത്. കൂടോത്രമുണ്ടോ? ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതൊരു ഒന്നാം തരം ബിസിനസ്സാണിപ്പോൾ, ഒന്നാം തരം ബിസിനസ്സാണിത്. മാത്രമല്ല ബിസിനസ് പിന്നെ ബിസിനസ്സിന് വഴിക്ക് പോട്ടെ, പക്ഷെ അടുത്ത ദുരന്തം എന്തെന്നറിയോ? വിശ്വാസിയെ ക്രിസ്തുവിൽ നിന്നകറ്റുന്ന, വിശ്വാസിയെ ക്രിസ്തുവിൽ നിന്നകറ്റുന്ന, ക്രിസ്തുവിൻ്റെ രക്ഷയിൽ നിന്നകറ്റുന്ന പൈശാചിക പ്രവർത്തനം ചെയ്യുകയാണ് കൂടോത്രം വെക്കുന്നവനും എടുത്തു കളയുന്നവനും വിശ്വസിക്കുന്നവനും അതിന് കൂട്ടുനിൽക്കുന്നവനും എടുത്തു കളയണമെന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നവനും അവൻ ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് ചെയ്യുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല മക്കളെ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സാധാരണ ജനത്തിന് പറഞ്ഞു കൊടുക്കാൻ സഭ തയ്യാറാക്കിയ വിശ്വാസ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ വിശ്വാസം. ഇത് തള്ളിപ്പറയുന്നവൻ ക്രൈസ്തവനല്ല, ഇത് തള്ളിപ്പറയുന്നവൻ ക്രിസ്ത്യാനി അല്ല. ഇതനുസരിച്ച് ജീവിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. അതില് നമ്പർ 2111 നമ്പർ നിങ്ങൾ ഓർത്ത് വെച്ചോളുക. 2111 അതിന്റെ തലക്കെട്ട് അന്ധവിശ്വാസം. അന്ധവിശ്വാസം എന്നത് മതാവബോധത്തിൻ്റെയും അത് നിഷ്കർഷിക്കുന്ന ആചാരങ്ങളുടെ അപഭ്രംശമാണ്. യഥാർത്ഥ ദൈവത്തിന് നാം സമർപ്പിക്കുന്ന ആരാധനയെപ്പോലും അത് ബാധിക്കുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് ഇതിൻ്റെ ദുരന്തത്തെക്കുറിച്ച് പറയുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോ. അത് 2113 എന്താ പറയുക, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് നമ്പർ 2113. ദൈവമല്ലാത്തതിനെ ദൈവമാക്കുന്നതിലാണ് ഇതടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? ദൈവമല്ലാത്തതിനെ ദൈവമാക്കുന്ന പരിപാടിയാണിത്. ഞാൻ ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ വീട്ടിൽ നിന്ന് സന്ധ്യയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുമ്പിൽ വീടിൻ്റെ ഉമ്മറത്ത് ഒരു വലിയ പാമ്പ് വളഞ്ഞു കിടക്കുക. ഇരുട്ട ഒരു പാമ്പ് വളഞ്ഞു കിടക്കുന്നു. നിങ്ങൾ എന്തു ചെയ്യും? പാമ്പിനെ കാണാം. പാമ്പേ കൊള്ളാവില്ല, സുഖമാണോ, ഉറങ്ങുവാണോ? പാമ്പിനെ കണ്ടുപിടി നിങ്ങൾ എന്തു ചെയ്യും? പേടിച്ചോടും. ഓടുമല്ല, അതിന് വേറൊരു വാക്ക് കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങൾ 1 കിലോമീറ്റർ അപ്പുറം 1 സെക്കൻഡ് കൊണ്ട് എത്തും. ആ ഓട്ടം ഒളിമ്പിക്സിന് ഓടിക്കഴിഞ്ഞാൽ ഇന്ത്യയെ എവിടെ എത്തിക്കാമായിരുന്നറിയാവോ? എന്തെങ്കിലും ആകട്ടെ. എന്നിട്ട് നിങ്ങൾ ഓടുന്നതിനിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സാധനം വരുന്നില്ല. അപ്പം നമ്മളെ നിൽക്കും. കാരണം ഇനി ഓടി അവിടെ നിന്ന് വന്നാലും എനിക്ക് രക്ഷപ്പെടാൻ പോരുന്ന സ്പേസ് ഉണ്ട്, അതുകൊണ്ട് നിൽക്കും. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ഈ ഭൂമി കുലുക്കി ഓടിയിട്ടും പാമ്പ് അറിഞ്ഞിട്ടില്ല. കുറേ നേരം നോക്കുമ്പോൾ പാമ്പ് അറിഞ്ഞിട്ടില്ല. പാമ്പ് നല്ല ഉറക്കുക. അങ്ങനെയെങ്കിൽ വീട്ടുമുറ്റത്താ, പിള്ളേരൊക്കെ ഉള്ള വീടാ, വീട്ടുമുറ്റത്ത് പാമ്പിനെ ഇടാൻ പറ്റുമോ? നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ അകലെ നിന്നിട്ടൊരു കല്ലെടുത്തിട്ട് ഒറ്റയേറ് വെച്ച് കൊടുത്ത് പാമ്പിനിട്ട്. അപ്പോൾ നിങ്ങൾ കിതച്ചോ? പാമ്പിനെ കൊണ്ട് ഓടുമ്പോൾ നിങ്ങൾ കിതപ്പ് വന്നോ? മിണ്ടുന്നില്ല. കിതപ്പ് വന്നോ? വിയർത്തോ? ചങ്കിടിച്ചു. ഭയന്നു പോയോ? ഭയന്നു പോയി. എന്നിട്ട് നിങ്ങൾ പേടിച്ചിട്ടാണ് ഒരു കല്ലെടുത്ത് ഈ പാമ്പിനിട്ട് എറിയുന്നത്. പാമ്പിനിട്ട് കൊണ്ടു, പാമ്പ് അനങ്ങുന്നില്ല. ഒന്നെങ്കിൽ പാമ്പ് നല്ല ഉറക്കത്തിലാണ്, അല്ലെങ്കിൽ ഭയങ്കര തൊലിക്കട്ടിയുള്ള ഏതോ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന പാമ്പാണ്, അല്ലെങ്കിൽ പാമ്പ് ചത്തതാണ്. ഈ 3 സാധ്യതയുള്ളൂ. ഒന്നെങ്കിൽ പാമ്പ് വലിയ ഉറക്കത്തിലാണ്, അല്ലെ പാമ്പ് ചത്തതാണ്. നിങ്ങൾ കുറച്ചുകൂടെ അടുത്തേക്ക് വന്നു, ഒരു കല്ലും കൂടി എടുത്ത് പാമ്പിനിട്ട് എറിഞ്ഞു. കൃത്യം പാമ്പിനിട്ട് കൊണ്ടു, പാമ്പ് അനങ്ങുന്നില്ല. അപ്പം കാര്യം മനസ്സിലായി. എന്ത്? പാമ്പ് ചത്തതാണ്. ചത്ത പാമ്പിനെ സന്ധ്യാനേരത്ത് വീട്ടുമുറ്റത്ത് ഇടാൻ പറ്റുമോ? ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു? വലിയ ഒരു കമ്പെടുത്തുകൊണ്ട് പാമ്പിൻ്റെ അടുത്തേക്ക് ഇത് തോണ്ടിക്കളയാൻ ചെന്നപ്പോൾ അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത് പാമ്പല്ല.
ഒരു വലിയ കയറാ, കറുത്ത ഒരു കയറാണ്. ചിരിക്കില്ല, ചിരിക്കല്ലേ? ഇതൊരു വലിയൊരു കയറ്, കറുത്ത ഒരു കയറ് വളഞ്ഞു കിടക്കുന്നതാണ്. ഇനി എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ. നിങ്ങൾ ഓടിയോ? ഓടി. നിങ്ങൾ വിയർത്തോ? വിയർത്തു. ചങ്കിടിച്ചോ? ചങ്കിടിച്ചു. ഭയന്ന് നിലവിളിച്ചോ? നിലവിളിച്ചു. എന്തിനെ കണ്ടിട്ട്? മിണ്ടരുത്, പാമ്പിനെ കണ്ടു നിന്നു, കയറിനെ കണ്ടിട്ട്. ഇത് ക്ലിയർ ആയോ? ഇപ്പൊ ഈ കയറിനെ നിങ്ങൾ ആരാക്കി പറഞ്ഞു? പാമ്പാക്കി പറഞ്ഞു. അതാണ് ഈ കാര്യം പറയുന്നത്. ദൈവമല്ലാത്തതിനെ ദൈവമാക്കുന്നതിലാണ് ഈ പരിപാടി അടങ്ങിയിരിക്കുന്നത്. എന്ത്? കൂടോത്രം. കൂടോത്രം വെച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇരുത്തമില്ല, ഭയമാണ്, വേവലാതിയ. ദൈവമേ, ഇതിനെ കണ്ടെത്തണം, ഇല്ലെങ്കിൽ രക്ഷയില്ലല്ലോ. എൻ്റെ സാറേ, അല്ലെ എൻ്റെ ചേട്ടാ, അല്ലെ എൻ്റെ ബ്രദറെ, അല്ലെ എൻ്റെ അച്ഛ. ചില അച്ഛന്മാർ കൊണ്ട് ഈ പണിക്കുണ്ട് കേട്ടോ, എന്നോട് പൊറുക്കണേ. ചില അച്ഛന്മാർ ഈ പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദൈവമേ എന്നാ ചെയ്യും? നിങ്ങൾ ആ ദൈവസ്ഥാനത്ത് ഈ സാധനത്തെ കണ്ടേക്കുക. നിങ്ങളുടെ രക്ഷ എന്നതാ? നിങ്ങളപ്പോൾ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ രക്ഷ എന്നതാ? മിണ്ടുന്നില്ല. നിങ്ങളപ്പം വിശ്വസിക്കും. നിങ്ങൾ രക്ഷപ്പെടാൻ എന്താ മാർഗം? കൂടോത്രം വെച്ചെടുത്തുനിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ എന്താ മാർഗം? നിങ്ങളുടെ ചിന്ത എന്താ? ഈ കൂടോത്രത്തെ എടുത്തു കളയുക. അതാണ് നിങ്ങളുടെ രക്ഷ. നിങ്ങൾ വിശ്വസിക്കുന്നത് ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടണമെങ്കിൽ എന്തു ചെയ്യണം? കൂടോത്രം എടുത്ത് കളയണം. വചനം എന്താ പറയുന്നേ? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പൊ നിങ്ങൾ എന്ത് പറയും? കൂടോത്രം എടുത്തു കളയുക, ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഓടേ തമ്പുരാൻ അടിച്ചു നിന്നെയൊക്കെ പുറത്താക്കും. വൃത്തികേടും പറഞ്ഞു വന്നാൽ. എൻ്റെ മക്കൾ, ഇതെങ്ങനെയാണ് നമ്മുടെ തലയിലേക്ക് ഇത് കയറിയത്? ഇത് ആര് പറഞ്ഞു തന്നതാ? സഭയുടെ പാരമ്പര്യത്തിൽ എവിടെയാ ഉള്ളത്? ഏതെങ്കിലും കാലഘട്ടത്തിൽ, വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ, ഏതെങ്കിലും കാരണവന്മാര് അപകടമോ ദുരന്തമോ സഹനോ വന്നാൽ അതിന് വിശുദ്ധീകരിക്കാൻ ആവാതെ വന്നതുകൊണ്ട് ആഭിചാരക്രിയയാണ്, അന്യമത വിശ്വാസമാണ്, ഇതൊക്കെ അവിടുന്ന് കയറി വന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്ന് വിവേകവും വിദ്യാഭ്യാസവും ബോധവും ഉള്ള ഒരു വ്യക്തി നീ എങ്ങനെയാണ് ഇത് വിശ്വസിക്കുന്നേ? ഒരാൾ വന്ന് ഫൂ 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 കൊണ്ടുപോയി വെച്ചു എന്ന് പറഞ്ഞ് എൻ്റെ അകത്ത് പിശാച് കയറാനിരിക്കുക. മനുഷ്യന് പിശാചിനെ നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തെ നിയന്ത്രിക്കാൻ പറ്റുക. പിശാച് നിങ്ങൾ പറയുന്നതനുസരിച്ച്, ഏതെങ്കിലും മന്ത്രവാദി അല്ലെ ഒരു ആഭിചാരക്കാരൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനാണ് പിശാച് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഗൗരവമായ തെറ്റാണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എന്തെന്നറിയോ? യെശയ്യാ 44:25 കുറിച്ച് വെച്ച് എന്നിട്ട് പിന്നീട് വായിച്ചു നോക്കിക്കോ. ജെറമ്യ 27:9-10, എസെക്കിയേൽ 22:28. എന്നിട്ട് ലേവ്യയുടെ പുസ്തകം 20:27 പറയുകയാണ്, ആഭിചാരം എന്ന് വെച്ചാൽ ഈ മന്ത്രവാദം, കൂടോത്രം, മഷിനോട്ടം, കൈവശം പരിപാടിയൊക്കെ മരണശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ്. ലേവ്യർ 20:27 ആഭിചാരം മരണശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ്. കുറ്റം എങ്ങനെ ആകുന്നേ? ആഭിചാരം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു, 50 കൊമ്പനാന കാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയേക്കുക. ഭയങ്കര പ്രശ്നമാണ്, ഞങ്ങളെല്ലാവരും ഇപ്പം കൊമ്പനാനെ ചിഹ്നം വിളിച്ചെല്ലാം ചിതറി ഓടുവാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളെല്ലാം നശിപ്പിക്കും, നിങ്ങൾ വായോ. പെട്ടെന്ന് ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും കേരള പ്രധാനപ്പെട്ട ഹെഡ് ഓഫീസിലേക്ക് നിർദ്ദേശം കൊടുത്തു. അവരിവിടുന്ന് പരിസരത്തുള്ള എല്ലാ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓഫീസിലേക്ക് നിർദ്ദേശം കൊടുത്തു. പെട്ടെന്ന് നിങ്ങൾ ആ നാട്ടിലുള്ള എല്ലാ വീട്ടുകാരെയും അവിടെ നിന്നെല്ലാം മാറ്റി പാർപ്പിച്ചു. കാറും ബസ്സെല്ലാം വന്നിട്ട് ആൾക്കാരെല്ലാം വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ടൊരു 100 ഉദ്യോഗസ്ഥർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ മയക്ക് വെടി വെക്കാനും ഈ ആനകളെ ഓടിക്കാനൊക്കെ ആയിട്ട് ഒരു 10-100 പോലീസ് ഉദ്യോഗസ്ഥർ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് പാഞ്ഞു പിടിച്ചിട്ട് ഇൻഫർമേഷൻ കൊടുത്ത ആളോട് ചോദിച്ചത്, എവിടെയാണ് കാട്ടാനകൾ? 50 എണ്ണം തമ്പടിച്ച് വായോ കാണിച്ചു ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ഒരു 50 ഉറുമ്പ്. എവിടാ കാട്ടാന? ഇതാണ്. ഇവനെ എന്നതാ ചെയ്യണ്ടേ? നിങ്ങൾ പറ, ഇവനെ എന്ത് ചെയ്യണം?
ഇതാണ് ആഭിചാരക്കാരൻ. ഉറുമ്പിനെ കണ്ടിട്ട് ആനയാണ് എന്ന് പേടിച്ച് ലോകം മുഴുവൻ നശിപ്പിക്കാൻ ഇറങ്ങുന്നവൻ എന്ത് ചെയ്യണം? ആഭിചാരം മരണശിക്ഷ അറിയിക്കുന്ന കുറ്റമാണ്. ഇനി പറയാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:10. ആഭിചാരകൻ ദൈവത്തിന്റെ ശത്രുവാണ്. ആഭിചാരം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? ഉണ്ടാക്കുന്നവൻ മാത്രമല്ല, ഇത് മേടിച്ചുകൊണ്ടൊന്ന് വെക്കുന്നവന് മാത്രമല്ല, ഇത് കണ്ടെത്തുന്നവനും മാത്രമല്ല, മറിച്ച് ഇത് നിങ്ങളെ വിശ്വസിപ്പിച്ചിട്ട് ഇതാണ് നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് പറഞ്ഞ് നിങ്ങളെ പ്രേരിപ്പിച്ചിട്ട് നിങ്ങളെ ഭയപ്പെടുത്തുകയും എടുത്തു കളയുന്നവർ മാത്രമല്ല, നിങ്ങളും കുറ്റക്കാരനാണ്. കാരണം എന്താ? നിങ്ങൾ വിചാരിക്കാൻ നിങ്ങളുടെ രക്ഷ കൂടോത്രം എടുത്തു കളയുന്നതില്ല. വചനം നീ വിശ്വസിക്കുകയില്ല. കർത്താവാണ് എൻ്റെ രക്ഷകൻ എന്ന് നീ വിശ്വസിക്കുകയില്ല. നീ വിശ്വസിക്കുന്നത് ഈ വിലയില്ലാത്തതോ ജീവനില്ലാത്തതോ ആയി ഈ കാര്യം, ഇതാണ് എൻ്റെ നാശത്തിന് കാരണം, ഇതാണ് എൻ്റെ തകർച്ചയ്ക്ക് കാരണം. മക്കളെ, ഈ ഭൂമുഖത്താരെങ്കിലും കൂടോത്രം എടുത്തു കളഞ്ഞിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പേരൊന്ന് എനിക്ക് തരണേ, എനിക്ക് ആ പേരൊന്ന് തരണേ, എനിക്ക് അവരൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടെന്ന് നിങ്ങൾ പറയും, ഓ എൻ്റെ അയലോക്കത്തെ ചേട്ടൻ, അല്ലെങ്കിൽ എനിക്ക് തൊണ്ടച്ച ചെറുക്ക അനുഭവം കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിരിക്കും. അല്ലാതെ ഇല്ലാത്ത ഒരു സാധനം എടുത്തു കളഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് നീ പറയുന്നത്? ഇനി ഇതിൻ്റെ അടിസ്ഥാനപരമായ സത്യം ഇതാണ്. കൂടോത്രമുണ്ടോ? ഉണ്ട്. മന്ത്രവാദമുണ്ടോ? ഉണ്ട്. ആഭിചാരക്രിയകൾ ഉണ്ടോ? ഉണ്ട്. ദൈവ പൈതലിനെ അത് ബാധിക്കുവോ? ഇല്ല. എന്തുകൊണ്ട് ബാധിക്കുകയില്ല? കാരണം ഇതിന് ശക്തിയില്ല. ഇത് ചുമ്മാ ഹോ 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 എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിടുന്നതല്ലാതെ അതിന് ഒരു ശക്തിയില്ല. ഞാൻ ചെമ്പേരി പള്ളിയിൽ കരുണാലയത്തിലൊരു പള്ളിയുണ്ട്. ഞാൻ അവിടെയായിരുന്ന കുറച്ച് കാലഘട്ടം, 4 വർഷം കൊറോണ കാലഘട്ടത്തിൽ. അപ്പം ഞാൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടത്ത് ശീക്രം ഓടി കുർബാനയ്ക്ക് വരുന്നുണ്ട്. എനിക്ക് ഈ പ്രധാന വാതിൽ തുറന്നിട്ടിരിക്കുന്നത് അകലെ ഓടി വരുമ്പോഴേ കാണാം. ആ ചേട്ടത്തിൻ്റെ വരവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഈ പള്ളിയിലേക്ക് ഓടിക്കയറി അതിന് ചവിട്ടിയിട്ട് ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ ആൾത്താരെ വന്ന് ഇടിച്ച് നിൽക്കുള്ളൂ എനിക്കറിയാം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ അത് പള്ളിയിലേക്ക് ഓടിക്കുമ്പോൾ അതിന് ബ്രേക്ക് കിട്ടണേ, ഞാൻ ബ്രേക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് ഓടിക്കൊരു ഭാഗ്യത്തിന് അതുപോലെ ഇങ്ങനെ ഓടി ഇങ്ങനെ നിന്നു. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടോ. കുർബാന കഴിഞ്ഞപാടി ഓടി, എൻ്റെ അച്ഛാ കൂടോത്രം വെച്ചിരിക്കുന്ന, അച്ഛാ കൂടോത്രം വെച്ചിരിക്കുന്ന, ശ്വാസം വിടാതെ പറയാ കൂടോത്രം വെച്ചു. ആര് വെച്ചു? ആരാന്നറിയത്തില്ല. എവിടെയാ പറമ്പി വെച്ചിട്ടുണ്ട്, ചെങ്ങനെ വെച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്ത് അച്ഛാ. പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്ത്. ഞാൻ പറഞ്ഞു അങ്ങ് എടുത്തോണ്ട് വരും. അയ്യോ, ഞാൻ പറഞ്ഞു കൈ കൊണ്ട് എടുക്കണ്ട. പിന്നെയോ ഞാൻ ഇവിടെ നിന്ന് പ്രത്യേകമായി, എന്നെ പിന്നെ നല്ല ഈ കൂടോത്രത്തിൻ്റെ എക്സ്പേർട്ട് ആയതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ അവർ പ്രത്യേകമായിട്ട് കേൾക്കും. ഞാൻ കമ്പി എടുത്തു കൊടുത്തു. സാധാരണ കമ്പി പറ്റിയല്ലോ കേട്ടോ, തുരുമ്പ് പിടിച്ച കമ്പി വേണം. ഇന്ന് ഇത്രയും നീളമുള്ള തുരുമ്പ് പിടിച്ചൊരു കമ്പി കൊടുത്തിട്ട് അത് ബന്ധിച്ച് ക്രമീകരിച്ച് കൊടുത്തു. കൈകൊണ്ട് തൊടരുത്, പ്ലാസ്റ്റിക് കൂടിനകത്തല്ലേ. അതിങ്ങനെ കമ്പി അങ്ങോട്ട് കയറ്റി പൊന്തിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാനിവിടെ നിൽക്കുന്നുണ്ട്. അച്ഛനക്ക് പേടി. ഞാനും മുറ്റത്തേക്കുന്നുണ്ട്, തൊട്ടപ്പുറത്തെ അടുത്തയാ. ഞാനും മുറ്റത്തേക്കുന്നുണ്ട്. ആ പറമ്പിൽ നിന്ന് എനിക്ക് കാണാം. ഞാനും മുറ്റത്തൊന്ന് ചടത്തി പോയിട്ട് കാണേണ്ട കാഴ്ച കേട്ടോ. ഓടേതമ്പരാൻ്റെ മുമ്പിൽ അങ്ങനെ ഒരിക്കലും ചടത്തി പറച്ചിട്ടില്ല. ഇല്ലെന്ന് ഓടേതമ്പരാൻ്റെ മുമ്പിൽ ഒരിക്കലും അത്രയും ഭയഭക്തി ബഹുമാനത്തോടെ ചേർത്ത് നിന്നായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലില്ല. ഓടേതമ്പരാൻ ഇത്രയും ആരാധനയോടും ഭയഭക്തി ബഹുമാനത്തോടും നിന്ന് ഞാൻ കണ്ടിട്ടില്ല. ഈ പ്ലാസ്റ്റിക് റോഡിൻ്റെ മുമ്പിൽ ചേട്ടത്തിയുടെ ആ ബഹുമാനവും ആദരവും ആ പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള നിപ്പെല്ലാം കണ്ടപ്പോൾ ഉണ്ടല്ലോ, എന്തേലും പഠിക്കാനുണ്ടെന്നറിയോ. എന്നിട്ട് എന്നെ നോക്കുന്നുണ്ട്. ഈ കമ്പി ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറ്റി, എന്നിട്ട് ഇങ്ങനെ ആ വരവൊക്കെ കാണേണ്ട കാഴ്ചയാണ്. എന്നിട്ട് കൊണ്ടുവന്ന് എൻ്റെ അടുത്തേക്ക്. ഞാനും മേടിച്ചു. അയ്യോ മേടിക്കരുത് അച്ഛാ, കൈ കൊണ്ട് തുടരുത്. ഞാൻ പറഞ്ഞു ഞാൻ ഇതിൻ്റെ എക്സ്പെർട്ടല്ലേ. അപ്പോൾ ഞാനും മേടിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ എൻ്റെ അകത്ത് നോക്കി. ഒരു 4 മിഠായി ഉണ്ട്, ഇത്തിരി പഞ്ചസാരയുണ്ട്, ഒരു കുപ്പി വെള്ളമുണ്ട്, 2 പഴമുണ്ട്. ഷുഗറുള്ള ഏതോ ചേട്ടൻ പണിക്ക് വന്നപ്പോൾ, തെങ്ങ് കയറാനെങ്ങാണ്ട് വന്നപ്പോൾ കൊണ്ടുവന്ന് വെച്ചാ. എന്നാ പറയാനാ, പറഞ്ഞാൽ ഇത് മീൻ മറക്കുന്ന ചേർത്തി. എന്നാലും ഒരിത്തിരി മുളകില്ലാതെ എങ്ങനെയാ, എന്നാലും ഇത്ര ശക്തി കാണുകയല്ലേ, എന്നാലും ഒരിത്തിരി ശക്തി കാണുകയല്ലേ, എന്നാലും ഇങ്ങനെയൊക്കെയാണോ? ഇന്നടത്ത് ഇങ്ങനെ ഉണ്ടായിട്ട് ആ മനുഷ്യൻ വന്നിട്ട് എടുത്തു കളഞ്ഞല്ലേ. ഇന്നത്തെ സോഫയുടെ അടിയിലല്ലേ അത് വെച്ചിരുന്നത്. അല്ല, ആരും കാണാത്ത ചേരേന്ന് എടുത്തോണ്ട് പോയല്ലോ. ഇല്ലേ? ആരാ കയറിയെടുത്തേ?
ആ ചേട്ടൻ ആണല്ലോ, വെച്ചതാരാ? ആ ചേട്ടൻ. നിൽക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇപ്പോൾ ഒരു നല്ലൊരു ഒന്നാന്തരം ബിസിനസ് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം കേട്ടോ. നിങ്ങൾ തല കുമ്പിട്ടിരിക്കും, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. 10,000-15,000 പോയവരൊക്കെ കൂടി ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളോന്ന് പറയും, ദേ ഇന്നടത്തൊരു ബ്രദറുണ്ട് കേട്ടോ, ഹോ ഭയങ്കര അഭിഷേകമാണ്, എവിടെയെങ്കിലും തടസ്സം ഉണ്ടോ അന്നേരെ കണ്ടുപിടിക്കും. ഉണ്ടോ? ആ, നിങ്ങൾക്ക് എന്നെ പ്രശ്നമില്ലേ? ഉണ്ട്. എന്നെ പ്രശ്നമില്ലേ? ഉണ്ട്. എന്നോടൊന്ന് ചോദിച്ചിട്ടുണ്ട്, അച്ഛാ സാമ്പത്തിക ബാധ്യത ഇല്ലേ? ഉണ്ടെന്നേ. നല്ല സാമ്പത്തിക ബാധ്യത റൂമിനുണ്ട്. ഇല്ലാത്തവരാരാ ഉള്ളേ? പടം വെച്ചുകൊണ്ടിരിക്കുന്നവർ. അച്ഛൻ രോഗമില്ലേ? ഉണ്ട്. എനിക്ക് അസുഖമുണ്ട്. ഇല്ലാത്ത ആരാ ഉള്ളേ? അയ്യോ ദൈവമേ, ആ ഇന്നിടത്തൊരാളുണ്ട്, ഭയങ്കര ആളെ വിളിക്കും, ആൾ വരും, ഇതെല്ലാം ചോദിക്കും, എല്ലാം മനസ്സിലാക്കും. ആ ഇത്തിരി ബന്ധനമുണ്ട്, ഇത്ര പ്രശ്നമുണ്ട്, ഒരിത്തിരി പൈസ ചിലവ് വരും കേട്ടോ, ഞാൻ അടുത്ത ദിവസം വരാം, ഒരു 10,000 രൂപയോളം ചിലവ് വരും, ഒന്ന് കരുതി വെച്ചേരെ. എന്നിട്ട് കുറച്ച് കുന്തിരിക്കും, കുറച്ച് അതും ഇതെല്ലാം കൊണ്ടുപോയി ഒരു ഫൂ ഹാ ഹാ ഹി ഹി ഒക്കെ വയ്ക്കും. എന്നിട്ട് അവിടെ ഇവിടെ എല്ലാം കുഴിച്ചിടും. എൻ്റെ മക്കളെ, പിശാച് നിൻ്റെ ആത്മാവിനെ പിടിക്കാൻ വരുമ്പോൾ തൊഴുത്തി കൊണ്ടുപോയിട്ട് കുരിശു കുഴിച്ചിട്ടിട്ട് എന്നാ മെച്ചമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ കേൾക്കട്ടെ. പിശാച് വരുന്നത് നിൻ്റെ പശുവിനെ പിടിക്കാനല്ല, പിശാച് വരുന്നത് നിൻ്റെ സമ്പത്ത് നേടാനല്ല. പിശാചിന് വേണ്ട നിൻ്റെ ആത്മാവാ. നിൻ്റെ ആത്മാവ് തേടി പിശാച് വരുമ്പോൾ തൊഴുത്ത് വെഞ്ചരിച്ചിട്ട് എന്ത് മെച്ചാ? എൻ്റെ തിയോളജി ഒന്ന് പറഞ്ഞു തന്നെ കേൾക്കട്ടെ. വെഞ്ചരിക്കുന്നത് നല്ലതാ, അവിടെ നെഗറ്റീവിസം മാറി. ഇത് ഈ കൂടോത്രം കൊണ്ടൊന്ന് വെക്കുമ്പോൾ അതിനൊരു നെഗറ്റീവ് എനർജി അതിനുണ്ട്. അത് നമ്മൾ തിന്മ ആഗ്രഹിച്ച് തിന്മ നിരൂപിച്ച് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനൊരു നെഗറ്റീവ് ആക്ടിവിറ്റി അവിടെയുണ്ട്. അതങ്ങ് മാറിക്കിട്ട് ഒരു സന്തോഷമാകുന്നല്ലാതെ പിശാചിനെ തടയാൻ പറ്റുമോ? ഇല്ല. നിന്റെ ആത്മാവിനെ തേടി പിശാച് വന്നാൽ നീ ചെയ്യേണ്ടത് എന്താ? പിശാച് നിന്നെ തകർത്തു എന്ന് വിചാരിക്കുക. നിൻ്റെ ബിസിനസ് തകർത്തു, അല്ലെങ്കിൽ നിൻ്റെ ജോലി തകർത്തു, അല്ലെങ്കിൽ നിൻ്റെ കട തകർത്തു, അല്ലെങ്കിൽ നിൻ്റെ ആരോഗ്യം തകർത്തു. പിശാചാണ് തകർത്തതെന്ന് വിചാരിച്ചോ? അപ്പം പിശാച് എന്തിനാ വരുന്നേ? മിണ്ടുന്നില്ല. എന്തിനാ വരുന്നേ? എന്തിനെ തേടിയാ വരുന്നേ? ആത്മാവിനെ തേടി. ശരീരത്തിന് വിലയില്ല മക്കളെ. യോഹന്നാൻ സുവിശേഷം 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ശരീരത്തിന് വിലയില്ലേ? കാരണം ശരീരം ഭൂമിയിൽ നിന്ന് പൊന്തിച്ചെടുത്തതാണ്, മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ്, ഈ ഭൂമി തീരുന്നതാണ്. അതുകൊണ്ട് പിശാചിന് അത് വേണ്ട. ഞാനത് പറഞ്ഞുതരാം. പിശാചിൻ്റെ ആത്മാവ് തേടി വരുന്നേ, അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഭാഗം കൂടിയാണ്, അവന് മെച്ചവതാണ്. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. 1 യോഹന്നാൻ 4:13 ദൈവം തൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് വർഷിച്ചിരിക്കാൻ ഞാൻ ദൈവത്തിൽ, ദൈവം നമ്മിലുമാണ് നാം അറിയുന്നു. അതുകൊണ്ട് ഇതിനാണ് വിലയുള്ളത്. ഈ വിലയുള്ള സാധനം തേടിയ പിശാച് വരുള്ളൂ. ഒരു കള്ളം 2 വീട്ടിൽ കയറാൻ വരുന്നു. ഒരു വീട്ടിൽ 5,000 രൂപ ഇരിപ്പുണ്ട്, അടുത്ത വീട്ടിൽ 5 ലക്ഷം രൂപ ഇരിപ്പുണ്ട്. കള്ളൻ എവിടെ വന്ന് കയറും? 5 ലക്ഷം ഉള്ളിടത്ത്. അതുപോലെ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിശാചിന് ശരീരം വേണ്ട, പിശാചിന് നിന്റെ വീട് വേണ്ട, പിശാചിന് ഒന്നും വേണ്ട. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അംശമുള്ള നിന്റെ ആത്മാവിനെ തേടിയാണ് പിശാച് വരുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അംശം കളഞ്ഞിട്ട് അതിനെ സ്വന്തമാക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് വരുമ്പോൾ നീ അതും ഇതും ചെയ്ത് നെട്ടോട്ട് ഓടിയിട്ടോ കുഴിച്ചെടുത്ത് കളഞ്ഞിട്ടോ അല്ലെങ്കിൽ കുരിച്ചു കുഴിച്ചിട്ടിട്ടോ ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല. അവിടുത്തെ ഉള്ള നെഗറ്റീവ് എനർജി അങ്ങ് കളയാമെന്നുള്ളതല്ലാതെ പിശാചിനെ നിനക്ക് തടസ്സപ്പെടുത്താനോ നിയന്ത്രിക്കാനോ പറ്റില്ല. നിന്റെ മുമ്പിൽ സഭ നൽകിയിരിക്കുന്ന ഒരേ ഒരു മാർഗം, പിശാചിൽ നിന്ന് നിനക്ക് രക്ഷ നേടാനായിട്ട് ഒരേ ഒരു മാർഗം എന്നതാ? കൂദാശ. കൂദാശ. ക്രിസ്തു നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ക്രിസ്തു നമ്മുടെ ഏകരക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? നിങ്ങൾ ഭൗതിക കാര്യങ്ങൾ നൽകുന്നോ? കാറ് തരുന്നോ, വീട് തരുന്നോ, പണം നൽകി, ജോലി നൽകി, വിവാഹം നൽകി, കുഞ്ഞുങ്ങളെ തന്നു, അതാണോ നീ രക്ഷയായിട്ട് എണ്ണി വെച്ചേക്കുന്നത്? ക്രിസ്തു രക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്നും ക്രിസ്തു നമ്മളോടത്ത് വസിക്കുന്നെങ്കിൽ 3 സത്യങ്ങൾ. 1 കൂദാശകൾ, 2 തിരുവചനം, 3 വിശുദ്ധ കുർബാന. എൻ്റെ മക്കൾ, ഇതിലൂടെയുള്ള രക്ഷയെ നിനക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ഇതെല്ലാം കേൾക്കാൻ ഇഷ്ടം മക്കളെ, എനിക്കത് അറിയാം. ഇതെല്ലാം കേൾക്കുന്ന ഇഷ്ടം. അത് ഇഷ്ടം എന്നാണെന്നറിയോ? ഈ കൂടോത്രം ഉണ്ട്, ഇതെടുത്ത് കളഞ്ഞ് രക്ഷപ്പെടും എന്നൊക്കെ കേൾക്കാനാണ് നിങ്ങൾക്കിഷ്ടം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എളുപ്പമാന്നേ. വിശുദ്ധി ജീവിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലെന്നേ. ഇതാവുമ്പോൾ ഒരു 5,000 രൂപ കൊടുത്താൽ രക്ഷ ഇങ്ങോട്ട് കിട്ടും. മറ്റതാവുമ്പോഴേ മദ്യപാനം നിർത്തണം, മറ്റതാവുമ്പോഴേ മോശം ജീവിതം നിർത്തണം, പുകവലി നിർത്തണം,
സ്വയംഭോഗം നിർത്തണം, വ്യഭിചാരം നിർത്തണം, പാടില്ലാത്ത തിന്മകളെല്ലാം നിർത്തണം. അതത്ര പാടാ. ഇതാവും വളരെ എളുപ്പമാണ്. വന്ന പ്രാർത്ഥനക്കാരന് ഒരു 5000 രൂപ കൊടുത്താൽ അയാൾ അത് കുഴിച്ചെടുത്തുകൊണ്ട് പോകും. കൂടോത്രത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെ ആഭിചാര പ്രവർത്തനത്തിൻ്റെ പുറകെ പോകുമ്പോൾ എന്തു പറ്റും? ഇതങ്ങോട്ട് ഒഴിവാക്കും. നിന്റെ രക്ഷ ഇതെടുത്ത് കളയുന്നതിലാണ്. നിന്റെ രക്ഷ ഇതെടുത്ത് കളയുന്നതിലാണ്. അതുകൊണ്ട് കുർബാന ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുമ്പസാരം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചൊവ്വയുള്ള ജീവിതം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കത്തോലിക്ക സഭ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ക്രിസ്തു ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇതങ്ങ് എടുത്തു കളഞ്ഞാൽ ഞാൻ രക്ഷ പ്രാപിച്ചു. ഇതാണ് പിശാചിൻ്റെ നമ്പർ 1 തന്ത്രം. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ഇത് പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനാണെങ്കിലും, ഇത് പ്രോത്സാഹിപ്പിക്കുന്ന സിസ്റ്റർ ആണെങ്കിലും, ഇത് പ്രോത്സാഹിപ്പിക്കുന്ന ധ്യാനഗുരുവാണെങ്കിലും, ഇത് പറഞ്ഞു കൊടുക്കുന്ന കൗൺസിലർ ആണെങ്കിലും പിശാചിന്റെ പണി ചെയ്യുന്നു. ഞാൻ ബെന്നി അച്ഛന്റെ വാക്കല്ല, തിരുവചനത്തിന്റെയും കത്തോലിക്ക സഭയുടെ പ്രബോധനത്തിൻ്റെതാണ്. നിങ്ങളോട് ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന്റെ തകർച്ച കൂടോത്രമാണ്, മന്ത്രവാദമാണ്, ആഭിചാര കർമ്മമാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അവർ പിശാചിന്റെ പിണിയാളാണ്. അത് അച്ഛനായാലും വേണ്ടില്ല, അത് സിസ്റ്റർ ആയാലും വേണ്ടില്ല, അത് ധ്യാനഗുരു ആയാലും വേണ്ടില്ല, അത് ആരായാലും വേണ്ടില്ല. അത് പറയാനുള്ള ധൈര്യം വേണം മക്കളെ, അത് പഠിപ്പിക്കാനുള്ള ചങ്കൂറ്റം വേണം. എന്തെന്നറിയാവോ? ഇവിടെ തമ്പുരാന് മുമ്പിൽ മുട്ടുമേ നിന്നിട്ട് എഫേസ് ലേഖനം 6:19 വാതുറക്കുമ്പോൾ വചനം ലഭിക്കാനും സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ. എന്താ, നിങ്ങൾ ആരെങ്കിലും എന്നെ ആക്രമിക്കുമോ ഞാൻ പ്രസംഗിച്ചാൽ? പിന്നെ എന്തിനാ ധൈര്യക്കുറവ്? ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ. എന്താ, ഈ പറയുന്നത് സത്യമാണെന്നും അതിനൊരു മാറ്റമില്ലെന്നും അതുപോലെ സംഭവിക്കുന്നുള്ള ബോധ്യം, അതാണ് ധൈര്യം. ആ ധൈര്യത്തിലുള്ള പ്രസംഗം നിങ്ങൾക്ക് കേൾക്കുമ്പോഴും കാണുമ്പോഴും അറിയാം, ആ ധൈര്യമുണ്ട്. സഭയെ തകർക്കാൻ, നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന കുറേ എണ്ണം. സഭയെ നശിപ്പിക്കാൻ, തകർക്കാനും കൂദാശകളിൽ നിന്നും മനുഷ്യനെ അകറ്റാൻ, സഭയിൽ നിന്നും മനുഷ്യനെ അകറ്റാൻ കുറെ ധ്യാനകേന്ദ്രങ്ങളുണ്ട്. കുറെ ധ്യാനകേന്ദ്രങ്ങളിൽ കൂടോത്രം ഒഴുക്കലും മന്ത്രവാദത്തിന്റെ ആഭിചാര കർമ്മങ്ങളും കളയുന്ന പരിപാടിയാണ്. ജനം എരച്ചു കയറുന്നു. മക്കളെ, ഇത് വഞ്ചനയാണ്, ഇത് ചതിയാണ്, ഇത് തെറ്റാണ്, ഇത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അങ്ങനെയല്ല മനുഷ്യന് കർത്താവ്, കുരിശിൽ മരിച്ച കർത്താവ് കൂടോത്രക്കാരന്റെ കീഴിലാണെന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ സമ്മതിക്കാനാ? ഗലാത്യ ലേഖനം എടുത്തേ, 3-ാം അധ്യായത്തിന്റെ 26-ാം തിരുവചനം എടുത്തേ. ഗലാത്യ ലേഖനം 3:26. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. നിങ്ങളുടെ കുംഭസാരം ചൊവ്വേ നടത്തിയെങ്കിൽ, കുംഭസാരത്തിൻ്റെ വരപ്രസാദാവസ്ഥ നിങ്ങൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, എഫിക്കസി ഫലദായകത്വം, കൂദാശയുടെ ഫലദായകത്വം നിങ്ങൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ മകനായി, മകളായി. അതുകൊണ്ട് ഗലാത്യ ലേഖനം 4:6 വായിച്ചേ. ഗലാത്യ ലേഖനം 4:6. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. തീർന്നില്ല. ആകയാൽ ഇനിമേ നീ ദാസനല്ല, പിന്നെ പുത്രനാണ്. എൻ്റെ മക്കളെ, നിങ്ങൾ ക്രിസ്തു ഉണ്ട്. കൂദാശ സ്വീകരിച്ച് കൃപയിൽ നിങ്ങൾ ജീവിക്കുവാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. ദൈവം വസിക്കുന്ന നിന്നെ, ദൈവത്തിന്റെ മകനായ നിന്നെ ഒരു സാധനം കൊണ്ടൊന്ന് കുഴിച്ചിട്ടിട്ട് അതുകൊണ്ട് തകർക്കാൻ പറ്റുമെന്നാണ് നിന്റെ വിശ്വാസം. ഈ ലോകം ഞാൻ ഊരിക്കളയും, ഇത് ഞാൻ ഊരിക്കളയും, എന്റെ പൗരോഗത്തെ ഞാൻ ഉപേക്ഷിക്കും. കാരണം കൂടോത്രത്തിനാണ് ശക്തി കൂടുതൽ. ക്രിസ്തുവിന്, എൻ്റെ തമ്പുരാന്, ഒടേ തമ്പുരാന് ചുമ്മാ മരിച്ചതാ കുരിശിലെ. കഷ്ടം, കഷ്ടം. ഇങ്ങനെയല്ല ക്രിസ്ത്യാനി ജീവിക്കേണ്ടത്. എൻ്റെ മക്കളെ, ഓർത്തു വെച്ചേ, ഇതെന്തൊരു കളിയാക്കലായി കർത്താവിനെ. അല്ലെ, ദൈവത്തെ ഇത്രയും, നിന്റെ ക്രിസ്തുവിനെ ഇത്രയും നാണം കെടുത്താൻ പാടുണ്ടോ? നീ ഉണ്ടോ? നിന്നിൽ നിറഞ്ഞ ആത്മാവിനെ നിന്നെ ശക്തിപ്പെടുത്തിയിട്ട് ഇഷ്ടമുള്ളത് ചോദിച്ചോ, നീ മകനാണ്, മകളാണെന്ന് പറഞ്ഞിട്ട് ദൈവപുത്ര സ്ഥാനത്തേക്ക് നിങ്ങളെ ഉയർത്തിയിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകിയിട്ട് ആത്മാവില നയിക്കപ്പെടുന്ന നിന്നെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നിന്നെ ഇല്ലാത്ത ഒരു സാധനം കൊണ്ടുവന്നിട്ട് തകർത്ത് കളയാം എന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തെ കളിയാക്കുവല്ലേ ചെയ്യുന്നേ? 1-ാം പ്രമാണ ലംഘനമല്ലേ ചെയ്യുന്നത്? പാടില്ല. തെറ്റ്. ഈ തെറ്റ് തിരിച്ചറിയണം. ഇനി ഇതെന്തുകൊണ്ടാണ് ഇത് മാറാത്തത്? ഇത് പലർക്കും കഞ്ഞി കുടിക്കാനുള്ള മാർഗമാണ്.
ഇത് പലർക്കും കഞ്ഞി കുടിക്കാനുള്ള മാർഗ്ഗമാണ്. ധ്യാന കേന്ദ്രത്തിൽ വന്ന് കൗൺസിലിംഗ് എല്ലാം കഴിയുമ്പോൾ കൗൺസിലർ പറയുന്നത് വീട്ടിൽ വരെ ഒന്ന് വരണം, വീട്ടിൽ ഇച്ചിരി ബന്ധനമുണ്ട്, അതൊന്ന് എടുത്ത് കളയണം. അങ്ങനെ വീട്ടിലേക്ക് വരും. ആത്മാവിനാ നിറഞ്ഞ് നീ ആ വീട്ടിൽ ചെന്ന് അവിടുന്ന് പിശാച് തെറിച്ച് ദൂരെ പോകണ്ടേ? വേണോ? മിണ്ടുന്നില്ലല്ലോ. വേണോ? നീ പിശാചിൻ്റെ അടിമയാണോ അതോ പിശാച് നിൻ്റെ അടിമയാണോ? ആത്മാവ് നിറഞ്ഞ നിന്നെ കാണുമ്പോൾ പിശാച് പോകണ്ടേ? എന്നിട്ട് പിശാച് പോകാതെ അവിടെ കുത്തിയിരിക്കുമോ? എന്നിട്ട് കൗൺസിലർ വന്നിട്ട് വേണോ നിൻ്റെ വീട്ടിലെ പിശാചിനെ എടുത്ത് കളയാൻ? വേണോ? ആ മനുഷ്യൻ പറയും വേണം, വീട്ടിൽ വരണം. എന്തിനാ? വീട്ടിൽ വന്നാലും ഞമ്മിന് മാർഗമുള്ളൂ. വീട്ടിൽ വന്നാലും ഇതിത്തിരി കിട്ടുള്ളൂ. കാരണം ആശു ഈശു ഹൊറേശു ചെയ്തതിന് ശേഷം ഒരു വണ്ടിക്കൂലി നിങ്ങൾ കൊടുക്കും. ഇനി കൊടുത്തില്ലെങ്കിൽ ചോദിക്കും, ഇവിടം വരെ വന്നതല്ലേ, പാലായി നിന്ന് വണ്ടി ഓടിച്ച് വന്നതല്ലേ, ഇന്ന് വണ്ടിക്കൂലി തന്നേരെ, വേറൊന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ ദൈവിക ശുശ്രൂഷയാണ്. ദൈവത്തിൻ്റെ പേരിൽ ഇതൊക്കെ ചെയ്യുന്നത് ദൈവിക ശുശ്രൂഷ. ഇത് ഞാൻ മുമ്പ് ഒരാൾ കാര്യം പറഞ്ഞില്ലേ, ഇന്നിടത്ത് വലിയ അഭിഷേകമുള്ള ഒരാളുണ്ട് കേട്ടോ, അയാളെ വിളിക്കുക, അയാൾ വന്നു, ഇതെല്ലാം കഴിഞ്ഞു, എന്നിട്ടൊരു 5000 രൂപ അങ്ങ് മേടിക്കും, 2000 രൂപ ഈ ഏജൻറ്റിന് കൊടുക്കും, 3000 രൂപ അയാൾ പോക്കറ്റിലിടും. ഇതൊന്നാമതൊരു ബിസിനസ്സാണ്. നിങ്ങളുടെ വീട്ടിൽ ആഭിചാരം കളയാനോ കൂടോത്രം കളയാനോ അല്ലെ മഷിനോട്ടം അല്ലെങ്കിൽ എന്താ പറയുക ഈ ഇതുണ്ടല്ലോ കൈവശം ഇറക്കി കളയാനോ വരുന്ന വ്യക്തികൾ വെറുതെ പോയിട്ടുണ്ടെങ്കിൽ പറ. ഒരു നയം പൈസയും കൊടുക്കാതെ വിട്ടപ്പോൾ സന്തോഷത്തോടെ ആരെങ്കിലും പോയിട്ടുണ്ടോ? എന്നോട് പറ, ഞാൻ കേൾക്കട്ടെ. മക്കളെ തെറ്റ്. ഇതൊന്നാമതൊരു ബിസിനസ്സാണ്. ഇവിടെ കഞ്ഞി കുടിക്കാനുള്ള മാർഗമാണ്. അതിന് മേലിലെങ്കിൽ ഇത് കൂടോത്രമാണ്, ഇത് മന്ത്രവാദമാണ്, ഒരു ആഭിചാരമാണ്, അല്ലെങ്കിൽ ഇന്നതാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ചവിട്ടി പുറത്തിറക്കി വിട്ടേക്കണം. നിന്നെ ക്രിസ്തുവിൽ നിന്ന് അകറ്റാൻ, സഭയെ നശിപ്പിക്കാൻ, വിശ്വാസത്തെ നശിപ്പിക്കാൻ ഇറങ്ങുന്ന പാർട്ടീസാണ് ഇതെന്ന് അന്നേരം പറഞ്ഞേരെ. ഇതാരാ പറഞ്ഞത്? ബെന്യച്ചനാണെന്ന് പറഞ്ഞു, ബെന്യച്ചൻ തന്നെയാണെന്ന് പറഞ്ഞു. അതാരെങ്കിലും ആകട്ടെ, അത് അച്ഛനാകട്ടെ. ഇതിൽ അച്ഛന്മാർക്ക് ഈ കാര്യത്തിൽ അറിവില്ലാതെ പ്രവർത്തിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. കന്നിമൂല പൊളിക്കാൻ പോയി അച്ഛനെ എനിക്കറിയാം. ചില വീടുകളുടെ പ്രശ്നം കന്നിമൂലയാണ്. കന്നിമൂല ഇല്ലാത്തൊരു വീടുമില്ല. എല്ലാ വീടിനും കന്നിമൂലയുണ്ട്. കന്നിമൂലയല്ല പ്രശ്നം. കന്നിമൂലയിൽ എന്തെങ്കിലും വേസ്റ്റ്, അല്ലെ കന്നിമൂലയിൽ എന്തെങ്കിലും ടോയ്ലറ്റ്, അല്ലെ കന്നിമൂലയിൽ എന്തെങ്കിലും അഹിതമായത് വന്നാൽ അവിടെ വലിയ തകർച്ചയുണ്ടാവും. അതുകൊണ്ട് വീട് വെക്കുന്നതിന് ആദ്യം നോക്കും, കന്നിമൂല ശരിപ്പെടുത്താൻ നോക്കും. ഇനി കന്നിമൂല ശരിപ്പെടുത്താൻ വരുന്നവനും കന്നിമൂല കേൾക്കുമ്പോൾ ശരിപ്പെടുത്താൻ നിൽക്കും. നിങ്ങൾക്ക് ഇതെന്നാ സാധനം എന്നറിയാവോ? ഇല്ല. ഇതെന്നാ സാധനം എന്നറിയാവോ? ഒരാൾ പറഞ്ഞു, അച്ഛാ ഭയങ്കര കന്നിമൂല പ്രശ്നം വെച്ചാ ഇതെന്നതാ? തെന്നതേ കന്നിമൂല. 4 ദിക്കുകൾ അറിയാവോ? കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. ഒരു കുരിശിങ്ങനെ വരച്ചാൽ കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് അങ്ങനെ എടുക്കാം. അപ്പം എത്ര ദിക്കുണ്ട്? 4 ദിക്ക്. കുരിശിനെ ഓർത്തേ, 4 ദിക്ക്. നടുക്കൂടെ വീണ്ടും ഇങ്ങനെ കുരിശുപോലൊന്ന് വരച്ചാൽ വീണ്ടും എത്ര ദിക്കായി? എൻ്റെ ഓരോ മൂലയായോ? അപ്പം ഫലത്തിൽ ആ മൂലയുടെ അറ്റം ഒരു ദിക്കായി കണക്കാക്കിയാൽ എത്ര ദിക്കായി? 8. അഷ്ട ദിക് പാലകന്മാർ എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഹൈന്ദവ ദൈവശാസ്ത്രത്തിലുള്ള ഒരു വാക്കാണ് അഷ്ടദിക് പാലകന്മാർ. അഷ്ടദിക്ക് എന്ന് പറഞ്ഞാൽ 8 ദിക്ക്. 8 ദിക്ക് ഏതാണെന്ന് മനസ്സിലാക്കിയോ? ഏതൊക്കെയാ? ആദ്യത്തെ 4 കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. നടുക്ക് ഓരോ കോണ്, അതും കൂടെ 4 ദിക്ക്. അപ്പം 4 4 8. ഇനി ഓരോ കോണിൻ്റെയും പേര് ഞാൻ പറഞ്ഞുതരാം. വടക്കും കിഴക്കും നടുക്ക് വരുന്നത് വടക്ക് കിഴക്ക്. വടക്ക് കിഴക്ക് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കോണിൻ്റെ പേരെന്താ? വടക്ക് കിഴക്ക്. തെക്ക് കിഴക്ക്, തെക്കും കിഴക്കും അതിന് നടുക്ക് വരുന്ന കോണേതാ? തെക്ക് കിഴക്ക്. തെക്ക് പടിഞ്ഞാറ് അതിന് നടക്ക് വരുന്ന കോണേതാ? തെക്ക് പടിഞ്ഞാറ്. വടക്ക് പടിഞ്ഞാറ് അതിന് നടുക്കുള്ള മൂലയുടെ പേരെന്താ? വടക്ക്. ഇനി 8 ദേവന്മാരുടെ പേര് കേട്ടോ. 8 മൂലയായി. 4 മൂല 4 കോണ്, 4 4 8. ഇനി അതിൻ്റെ 8 ദേവന്മാരുടെ പേര് കേട്ടോ. വടക്ക്, വടക്കിൻ്റെ ദൈവം, വടക്ക് ഭാഗത്തുള്ള ആ ദിക്കിൻ്റെ ദൈവം. 8 ദൈവമുണ്ട്, ഓരോ മൂലയ്ക്ക് ഓരോ ദൈവമാണ്. വടക്ക് ഭാഗത്തെ ദൈവത്തിൻ്റെ പേരാണ് കുബേരൻ. ആരാ? ആ കുബേരൻ. കിഴക്ക് മൂലയിലെ ദൈവത്തിൻ്റെ പേര് ഇന്ദ്രൻ. ആരാണ്? മിണ്ടുന്നില്ലല്ലോ. ഇന്ദ്രൻ. ഇനി തെക്ക് ഭാഗത്തെ ദേവന്റെ പേരറിയാവോ? അതാണ് യമൻ.
നിന്നെ തെക്കോട്ടെടുക്കുമ്പോ അതന്നെ. ആരാ പാർട്ടി ആരാ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലേ. യമൻ. ഇനി പടിഞ്ഞാറ് വരുൺ എന്ന് പറഞ്ഞാൽ മഴ പെയ്യിക്കുന്ന ദൈവം. ഇപ്പം എത്ര ദൈവത്തെ കിട്ടി? 4 ദൈവത്തെ കിട്ടി. ഇനി 4 മൂലയിലെ കോണ്, ഇനി ഓരോ കോണ് കിട്ടും. വടക്ക് കിഴക്ക് മൂല, ആ ദൈവത്തിൻ്റെ പേരാണ് ഈശാനദേവൻ. ദൈവത്തിൻ്റെ പേരെന്നാ? ഇപ്പം എത്ര ദൈവമായി? 5 ആയി. ഇനി തെക്ക് കിഴക്ക്, ആ ദേവൻ്റെ പേരാണ് അഗ്നിദേവൻ. അഗ്നികോണെന്നാണ് അതിൻ്റെ പേര്, അതുകൊണ്ട് അഗ്നിദേവൻ. ഇപ്പം എത്ര ദൈവമായി? 6 ദൈവമായി. ഇനി തെക്കു പടിഞ്ഞാറ്, അതാണ് കന്നിമൂല. തെക്കു പടിഞ്ഞാറ്, ആ ദേവൻ്റെ പേരറിയാവോ? ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ദേവൻ്റെ പേരറിയാവോ? നിര്യതി ദേവൻ. ഏത് ദേവനാ? അതൊന്ന് പറഞ്ഞു പിടിച്ചോ. നിര്യതി ദേവൻ. ഇതൊന്നുമില്ല, എന്നാലും അതെ ശരി, നമുക്ക് ആ കന്നിമൂല നോക്കണ്ടേ? മിണ്ടരുത്, നോക്കി പറയണ്ട. ഇവിടെ വന്നിരിപ്പുണ്ട്. ഞാനിത് പറയണ്ട എന്ന് വിചാരിച്ച് കുറേ നാളായി ഞാൻ ഇരിക്കുക. പക്ഷെ എൻ്റെ മക്കൾ ഇതൊരു വലിയൊരു കച്ചവടമായി മാറിക്കഴിഞ്ഞപ്പോൾ, വലിയൊരു ബിസിനസ്സായി മാറിക്കഴിഞ്ഞപ്പോൾ ഈ സഭയിൽ നിന്ന് ഒരു അണ്ടർഗ്രൗണ്ട് ഒഴുക്ക. പുറത്തൊക്കെ കുർബാന, പ്രാർത്ഥന, കുമ്പസാരം, ധ്യാനം എല്ലാം പോകുന്നു. പക്ഷെ വിശ്വാസം യേശുവിലാണ്, വിശ്വാസം കീശയിലാണ്. ആശ്വാസം വിശ്വാസം ദൈവത്തിലാണ്, പക്ഷെ പ്രവൃത്തി മുഴുവൻ കന്നിമൂല, കൂടോത്രം, മന്ത്രവാദം, ഇതൊക്കെ. അതുകൊണ്ട് സഹി കെട്ടിട്ട് സങ്കടം വന്നുകൊണ്ട് പറയുന്ന, ഇതിൻ്റെ പുറകെ പല ധ്യാനഗുരുക്കന്മാരും ധ്യാനഗുരുത്തിമാരും ചില വൈദികരും ചില സിസ്റ്റേഴ്സും ഒക്കെ പോകുന്നത് കാണുമ്പോൾ സഹിക്കവയ്യായിട്ട് പറഞ്ഞു പോകുന്നതാണ്. ലോകം മുഴുവൻ കേൾക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മുഴുവൻ നിങ്ങൾക്ക് എവിടെയെല്ലാം എത്തിക്കാൻ പറ്റും അവിടെയെല്ലാം എത്തിക്കണം. കേൾക്കുന്നുണ്ടോ? ഇതൊരു ഗൗരവമായൊരു പഠനമായിട്ട് നിൽക്കണം. ഇത് ഗൗരവമായിട്ട് ഇത് പടരണം. ലോകം മുഴുവനും ഇത് കേൾക്കണം. അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം. ചെയ്യുവോ? ഇനി വടക്കു പടിഞ്ഞാറ് വായുമൂല, ദൈവവേദ വായുദൈവം. ഇപ്പം എത്ര ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്തി? ഇത് 8 ഉണ്ട്, 4 മൂലയ്ക്കും 4 കോണിലും. ഇനി കന്നിമൂല ഏതാ? തെക്ക് പടിഞ്ഞാറാണ് കന്നിമൂല. ഏത് വീടിന് തെക്ക് പടിഞ്ഞാറെടുത്താൽ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയാണ്. ആ കന്നിമൂലയിലെ ദേവൻ്റെ പേരെന്താ? നിര്യതി ദേവൻ. അവിടെ ടോയ്ലറ്റ് വന്നാൽ, അവിടെ വേസ്റ്റ് ബോക്സ് വന്നാൽ, അവിടെ വേസ്റ്റ് സംഭവം വന്നാൽ ആര് കോപിക്കും? നിര്യതി ദേവൻ കോപിക്കും. ആ ദേവനെ ഇതിൻ്റെ അകത്തൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? എങ്ങനെയാണ് ഈ വിശ്വാസമൊക്കെ? കത്തോലിക്ക വിശ്വാസത്തിൽ ഇതെങ്ങനെയാണ് വരുന്നത്? എനിക്കറിയാൻ പാടില്ല. എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇന്ന് വീട് വെക്കുന്ന ഒരു 90% പേരും കന്നിമൂല പറഞ്ഞു കുമ്പസാരിക്കണം. 1-ാം പ്രമാണ ലംഘനമാണ്. ഇതിൻ്റെ കച്ചവടക്കാർ കുറേ പേരുണ്ട്, ഇതിൽ വിശ്വസിക്കുന്ന കുറേ പേരുണ്ട്. കാരണം അവിടെ കഞ്ഞികുടിയുടെ മാർഗമാണിത്. അത് ഞാനായിട്ട് ബൈബിളിലുണ്ട്, എനിക്കറിയാം നല്ലോണം. വെള്ളി പണിക്കാരുടെ ലഹളയെക്കുറിച്ച് വായിച്ചു നോക്കിക്കും. പൗലോസ്ലീഹായെ ആക്രമിച്ചത് വെള്ളിപ്പണിക്കാരാണ്. അവർ ഓരോ ദേവന്മാരുടെ രൂപം ഉണ്ടാക്കി കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം പൗലോസ്ലീഹ പഠിപ്പിച്ചു വേറെ ദൈവമില്ല, ഒറ്റ ദൈവം ഉള്ളെന്ന്. അപ്പം ഈ പണി അങ്ങ് നിന്നു. ഇതുങ്ങളെല്ലാം കൂടെ പൗലോസ്ലീഹായി ഓടിച്ചിട്ട് തല്ലാൻ നോക്കി. എനിക്കറിയാം ഇതുങ്ങളെല്ലാം കൂടി എനിക്കെതിരെ വരുമെന്നുള്ളത്. കാരണം അവിടെ കഞ്ഞുകൂടിയുടെ മാർഗ്ഗമാണ് ഇത്. അത് ഞാനായിട്ടിപ്പം തകർക്കും. ഇത് നിങ്ങൾക്ക് പരിപൂർണമായി ബോധ്യം വന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഇത് പല പ്രാവശ്യം കേൾക്കും. ഇതിൽ ഇത്തിരി കാര്യമുണ്ടല്ലോ, ഇത് കൂടോത്രം വെക്കുന്നവനാണോ പിശാചാണോ വലുത്? ഇത് വലിയൊരു ചിന്ത വരും. എൻ്റെ മക്കൾ, ഇതാണ് കന്നിമൂല. എന്ത്? തെക്കു പടിഞ്ഞാറ് കന്നിമൂല. അവിടെ അശുദ്ധി വന്നാൽ തകർച്ച വരും അത്രേ. ഏത് ദൈവനാ കോപിക്കുന്നത്? നിര്യതി ദേവൻ കോപിക്കും. മറ്റൊരു വാസ്തു എന്ന് പറഞ്ഞ ഒരു ഭൂതം കൂടിയുണ്ട്. വാസ്തു അതിൽ നിന്നാണ് പെരവാസ്തുലി എന്ന് നമുക്കുണ്ടായത്. പെരവാസ്തുലി അത് വേറൊരു ചരിത്രമാണ്. പക്ഷെ വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? സ്ഥലം ശ്രദ്ധിക്കണം, വെള്ളം നോക്കണം, വായു സഞ്ചാരം നോക്കണം, പ്രകാശം നോക്കണം, റോഡിൻ്റെ സാധ്യതകളും കാര്യങ്ങളൊക്കെ നോക്കണം. ഇതൊക്കെ നോക്കേണ്ടതുണ്ട്. അതും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. നമുക്ക് പറ്റുന്നൊരു കാര്യം എന്തെന്നറിയാവോ? നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ തകർച്ചയ്ക്ക് കാരണം. എന്താണ്? ഇതൊക്കെയാണ് നമ്മുടെ തകർച്ചയ്ക്ക് കാരണം. നമ്മൾ എന്നിട്ട് ഇത് ശരിപ്പെടുത്താൻ പോവുക. ഒരു കൂടോത്രം എടുത്തു കളഞ്ഞു, ഉടനെ അടുത്ത കൂടോത്രം വെച്ചു.
അതെടുത്ത് കളഞ്ഞപ്പം വേറൊരുത്തനൊരു കൂടോത്രം കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ വേറൊരുത്ത് കൂടോത്രം വെച്ചു. നീ എന്താ ഈ വരുന്നത് എടുത്ത് കളയാൻ നോക്കും? നീ ഇത് ഉണ്ടാക്കുന്നവനെയോ കൊണ്ടുവന്ന് വെക്കുന്നവനെ നീ കൈകാര്യം ചെയ്യുന്നില്ല. അതെന്നാ നീ അതെന്ന് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. രോഗലക്ഷണത്തെ ചികിത്സിക്കണോ രോഗത്തെ ചികിത്സിക്കണോ? രോഗലക്ഷണത്തെ ചികിത്സിക്കണോ രോഗത്തെ ചികിത്സിക്കണോ? രോഗത്തെ ചികിത്സിക്കണം. എന്തി അത് ചെയ്യാത്തെ? ഈ കാലഘട്ടത്തിൽ കൂടോത്രങ്ങൾ എടുത്തു കളഞ്ഞ് കുറേ പേരില്ലേ? ആഭിചാര പ്രവർത്തനം എടുത്തു കളഞ്ഞ കുറേ പേരില്ലേ? എന്തുകൊണ്ട് ഒരു ആഭിചാരകനെ എടുത്തു കളഞ്ഞ് ഒരാളെ ഒന്ന് കാണിച്ചു തന്നേ. എൻ്റെ മക്കളെ, എന്നിട്ട് ഇവർക്കും അറിയാം മനുഷ്യൻ്റെ അറിവില്ലായ്മയെ മുതലാക്കി കഞ്ഞി കുടിക്കാം, മനുഷ്യൻ്റെ അജ്ഞതയെ മുതലാക്കി അന്നം കഴിക്കാം, മനുഷ്യൻ്റെ അന്ധവിശ്വാസത്തെ വളർത്തി ജീവിക്കാം. അങ്ങനെ ജീവിക്കുന്നവരനേകരുണ്ട്. കൊന്നുകളയണമെന്നാണ് വചനം പറയുന്നത്. കൊന്നുകളയണമെന്ന് ഞാൻ വെറുതെ പറഞ്ഞാൽ നമ്മളെ വായിച്ചു കേൾപ്പിക്കാം. നിഷ്ഠൂരമായി ഇവരെ കൈകാര്യം ചെയ്യണമെന്നാണ് വചനം പറയുക. കാരണം ഒരു ജനത്തെ മുഴുവൻ ഈജിപ്തിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്നിട്ട് കാനാൻ ദേശത്തേക്ക് കയറിക്കഴിഞ്ഞപ്പോൾ അവിടെ അന്ന് തുടങ്ങിയതാ കൂടോത്രം, മന്ത്രവാദം. അതിൻ്റെ പിറകെ പോയി രക്ഷതായോ രക്ഷതായോ രക്ഷതായോ. ഇവിടെ തമ്പുരാൻ കുരിശിൽ മരിച്ചിട്ട് രക്ഷ തന്നപ്പോൾ അത് വേണ്ട, കുഴിച്ച് കളഞ്ഞാൽ മതി. നീ കുഴിച്ച് കളഞ്ഞ് രക്ഷപ്പെടും. നമുക്കെങ്ങനെ സഹനം വരുന്നേ? ബൈബിളിൽ പല സ്ഥലങ്ങളിൽ സഹനങ്ങളും തകർച്ചകളും വരുന്ന വഴി പറയുന്നുണ്ട്. അതെല്ലാം കൂടി സംഗ്രഹമാക്കി ഞാൻ 3-4 കാര്യങ്ങളായിട്ട് പറയാം. പത്രോസ് ലീഗ മരിച്ചത് എങ്ങനെയാ മരിച്ചത്? തല കീഴായി. എവിടെ? കുരിശൻ. വത്തിക്കാൻ. ആര് കൂടോത്രം ചെയ്തിട്ടാ? വേണ്ടുന്നില്ലല്ലോ. യാക്കോബ് സ്ലീഹായെ കൊന്നത് എങ്ങനെയാ? കഴുത്ത് വെട്ടിക്കൊന്നു. ആര് കൂടോത്രം ചെയ്തിട്ടാ? പൗലോസ് സ്ലീഹായെ കൊന്നത് എങ്ങനെയാ? കഴുത്ത് വെട്ടിക്കൊന്നു. ത്രൈവി ഫൊന്താനയിൽ കഴുത്ത് വെട്ടിക്കൊന്നു. ആര് കൂടോത്രം ചെയ്തിട്ടാ? യോഹന്നാൻ സ്ലീഹ ഒഴികെ ബാക്കി 11 അപ്പോസ്തലന്മാരെയും കൊന്നുകളഞ്ഞു. ആര്? എന്ത് ആഭിചാരം കൂടോത്രം ചെയ്തിട്ടാ? പറ. 12-ാം നൂറ്റാണ്ട് വരെയുള്ള ചക്രവർത്തിമാര് ക്രിസ്ത്യാനികളെ നിരന്തരം പീഡിപ്പിച്ചു. അനേകായിരങ്ങൾ കൊല്ലപ്പെട്ടു. ആര് കൂടോത്രം ചെയ്തിട്ടാ? 5-ാം നൂറ്റാണ്ട് വരെയുള്ള എല്ലാ മാർപ്പാപ്പന്മാരും വധിക്കപ്പെട്ടു. ആര് കൂടോത്രം ചെയ്തിട്ടാ? റാണി മരിയ കൊല്ലപ്പെട്ടു. ആര് കൂടോത്രം ചെയ്തിട്ടാ? മക്കളെ, സഹനം വരുന്ന വഴി 4 സഹനങ്ങൾ. മനുഷ്യന് തകർച്ച, സഹനങ്ങൾ വരുന്ന വഴി 4. ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. സഹനത്തിന് വരാനുള്ള വഴിയില്ല. 4. 1, നിന്റെ പാപം നിന്റെ അകൃത്യം സഹനം കൊണ്ടുവരും. നിന്റെ പാപം നിന്റെ അകൃത്യം സഹനം കൊണ്ടുവരും. നീ പാപം ചെയ്തോ? പാപത്തിന്റെ ശമ്പളം മരണം. യോഹന്നാൻ സുവിശേഷം 10:10. അവൻ വരുന്നത് മോഷ്ടിക്കാൻ, കൊല്ലാൻ, നശിപ്പിക്കാൻ. ഓർത്തു വെച്ചു. നെട്ടോട്ട ഓടരുതേ, നെട്ടോട്ട ഓടരുതേ, നെട്ടോട്ട ഓടരുത്. നിനക്ക് തകർച്ച വന്നാൽ ഓർത്തോ, നാശം, തകർച്ച. അവൻ വരുന്നത്, യോഹന്നാൻ സുവിശേഷം 10:10, അവൻ വരുന്നത് മോഷ്ടിക്കാൻ, കൊല്ലാൻ, നശിപ്പിക്കാൻ. അവൻ ആരാ? പിശാച്. അവൻ വരുന്നത് മോഷ്ടിക്കാൻ. അത് നിങ്ങൾ ഓർത്തു വെച്ചു. നീ പാപിയാണോ? നിന്നോടൊപ്പം നാശം ഉണ്ടാകും. അതുകൊണ്ട് നാഹും 2:1, വിനാശകൻ നിനക്കെതിരെ വരുന്നു. വിനാശകൻ, നാശം വിതയ്ക്കുന്നവൻ പിശാച്. അവൻ വരുന്നത് നാശം വിതയ്ക്കാൻ. അതുകൊണ്ട് ആ വിനാശകൻ വരുന്നു നിനക്കെതിരെ. എന്ത് ചെയ്യണം? കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തണം. 5 ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കണം. എന്ന് വെച്ചാൽ വിശുദ്ധി ജീവിക്കണം. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ സഹനം, ഒരു സമൂഹത്തിന്റെ സഹനം, ഒരു കൂട്ടത്തിന്റെ സഹനം, ഒരു കുടുംബത്തിന്റെ തകർച്ച, സഹനത്തിന് കാരണം 4. 1, അവനവന്റെ പാപം, അവനവന്റെ അകൃത്യം നിനക്ക് സഹനം കൊണ്ടുവരും. പാപവും അകൃത്യത്തിലും നീ തുടർന്നോ, നിനക്ക് തകർച്ച നിന്നോടൊപ്പമുള്ളവർക്കും സഹനം കൊണ്ടുവരും. 2, അന്യന്റെ പാപം, അന്യന്റെ അകൃത്യം സഹനം കൊണ്ടുവരും. ഇവിടെ വന്ന ചെറുപ്പക്കാരൻ, കാല് മുറിച്ച് കളഞ്ഞ ചെറുപ്പക്കാരനാ. ആർട്ടിഫിഷ്യൽ ലിംബ് പൊയ്ക്കാല് വെച്ച് വന്നതാ. എന്താ? എതിരെ വന്നവൻ മദ്യപിച്ച് വണ്ടി ഓടിച്ച് അയാൾ നിയന്ത്രണം വിട്ട് ഈ ചെറുപ്പക്കാരനെ ബൈക്കിനിട്ടിടിച്ചു തെറിച്ചു വീണ് എൻ്റെ കാലൊക്കെ വണ്ടി കയറി ഇറങ്ങി കാല് മുറിച്ച് കളയേണ്ടി വന്നു. ഇവൻ സത്യസന്ധൻ, നന്നായി ചെറുപ്പക്കാരൻ, ജോലിയുള്ളവൻ. എതിരെ വന്നവൻ മദ്യപിച്ച് ലക്ക് കിട്ട് വന്നവൻ. അന്യന്റെ പാപം, അന്യന്റെ അകൃത്യം സഹനം കൊണ്ടുവരും. ബിൻ ലാദൻ 3000-ഓളം പേരെ കൊന്നുകളഞ്ഞു. ഇല്ലേ?
തടിയന്റെ ഇവിടെ നസീർ അനേകരെ കൊന്നുകളഞ്ഞു. ഗോവിന്ദചാമി ഇല്ല, അന്യന്റെ തിന്മ, അന്യന്റെ അകൃത്യം നിനക്ക് സഹനം തരും. അതുകൊണ്ടാണ് എന്റെ രക്ഷ, എന്റെ സമാധാനം, എന്റെ സ്വസ്ഥത ചിന്തിക്കരുത്. അതുകൊണ്ടാണ് 100 ആടുകളിൽ 1 ആട് പോയപ്പോ തേടിപ്പോയത്. അതുകൊണ്ടാണ് അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് പറഞ്ഞത്. എല്ലാവരും രക്ഷിക്കപ്പെടാതെ സമൂഹത്തിൽ ജീവിക്കാൻ വലിയ പാടാ. തിന്മ പെരുകുമ്പോൾ അത് നിന്നെ ബാധിക്കും. മംഗലാപുരത്ത് നേഴ്സിംഗ് കോളേജില് ഭക്ഷ്യവിഷബാധ. കുട്ടികളെ അവധിക്ക് വീട്ടിലേക്ക് വിട്ട് കുറെ പേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്. എന്തുകൊണ്ടാ? ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർത്ത് കൊടുത്തതാ. അത് കേടുവരാതിരിക്കാനായിട്ട് ഒരാഴ്ചയായിട്ട് അങ്ങാണ്ട് സൂക്ഷിച്ച മീനോ ഇറച്ചോ മറ്റെന്തോ. എന്നിട്ട് ഭക്ഷ്യവിഷബാധയായി. ഒരു വ്യക്തിയുടെ കൊതിയോ ലാഭമോ അനേകർക്ക് സഹനമായി മാറി. അതുകൊണ്ട് സമൂഹത്തിൽ തിന്മ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിനക്ക് നാശമാണ്. അതുകൊണ്ടാണ് തിന്മയ്ക്കെതിരെ പടപൊരുതാൻ. അതുകൊണ്ടാണ് ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ലോകമെങ്ങും പോയി തിന്മ മാറണം. സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ ഒരു സമൂഹം കെട്ടിപ്പടുക്കാതെ രക്ഷയില്ല. അതുകൊണ്ട് 1 തകർച്ച, തിന്മ വരുന്ന വഴി. 1 നിന്റെ പാപം നിന്റെ അകൃത്യം സഹനം കൊണ്ടുവരും. 2 അന്യന്റെ പാപം അന്യന്റെ അകൃത്യം സഹനം കൊണ്ടുവരും. 3ാമതൊരു കാര്യമുണ്ട്, ദൈവം സഹനം തരും. ചില സഹനങ്ങൾ ദൈവം തരുമെന്നേ. അൽഫോൻസാമ സഹിച്ചു, ദൈവം കൊടുത്ത സഹനമാണ്. റാണി മരിയ സഹിച്ചു, ദൈവം കൊടുത്ത സഹനമാണ്. 11 അപ്പസ്തലന്മാർ കൊല്ലപ്പെട്ടു, ദൈവം കൊടുത്ത സഹനമാണ്. 5 നൂറ്റാണ്ട് മാർപ്പാപ്പമാർ കൊല്ലപ്പെട്ടു, ദൈവം കൊടുത്ത സഹനമാണ്. അർമേനിയയിൽ എന്നെ പറയപ്പെട്ട ഒരു അർമേനിയൻ ഹോളോകോസ്റ്റ്, വെറുതെ നിങ്ങളൊന്ന് നെറ്റിൽ അടിച്ചു കൊടുത്ത് നോക്കിക്കുക. അർമേനിയൻ ഹോളോകോസ്റ്റ് 10 ലക്ഷം ക്രിസ്ത്യാനികളെയാണ് കൊന്നുകളഞ്ഞിരിക്കുന്നത്. 10 ലക്ഷത്തിലധികം. ഒട്ടോമൻ എംപയറിന്റെ കാലഘട്ടവും തുടർന്ന് ഇങ്ങോട്ടും തുർക്കിയിൽ ആ ഒരു ഏരിയ മുഴുവൻ അർമേനിയൻ ഹോളോകോസ്റ്റ്. അനേകായിരങ്ങൾ. ടിപ്പുവിന്റെ പടയോട്ട കാലഘട്ടത്തിൽ എത്ര ക്രിസ്ത്യാനികൾ ഇവിടെ കൊന്നുകളഞ്ഞു, ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോ ചില സഹനങ്ങൾ ദൈവം തരും, മറന്നേക്കരുത്. അൽഫോൻസാമ മരിച്ചപ്പോൾ ആ സഹനത്തിന്റെ കാരണം ആർക്കും മനസ്സിലായില്ല. എങ്ങനെ സഹനം വന്ന് ആർക്കും മനസ്സിലായി. ഇന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. റാണി മേരി മരിച്ചപ്പോൾ ആ സഹനത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഞാനവിടെ പോയതാണ്, ഞാനത് കണ്ടതാണ്. പിന്നീട് ഇൻഡോ നഗരത്തിൽ ഇൻഡോറിൻ്റെ റാണി എന്ന് പറഞ്ഞ് 10,000 ഒരുമിച്ച് കൂടി ആ മലയാളി കന്യാസ്ത്രീയുടെ ഛായാചിത്രത്തെ ഉയർത്തി നിർത്തിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് ഇൻഡോറിൻ്റെ ഹൃദയഭാഗത്തോടെ 10,000 റാലി നടത്തിയപ്പോൾ ആ സഹനത്തിൻ്റെ കാരണം തിരിച്ചറിഞ്ഞതാണ്. ദൈവം കൊടുത്ത സഹനത്തിന് 3 വഴിയുണ്ട്. ഇനി 4ാമത്തെ വഴി പിശാച് സഹനം കൊണ്ടുവരും. പക്ഷേ only with the permission of you. പിശാച് നിന്റെ ചുറ്റും കയറി നടക്കുക. നല്ലൊരു കഥ പറഞ്ഞു തരാം. നോഹയുടെ കാലഘട്ടം വരെ ലോകത്ത് തിന്മ വരികയും ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് വളരെ നല്ലതാണെന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ടോ 5-ാം അധ്യായത്തിൽ ഉൽപ്പത്തി 5-ലേക്ക് വരുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ദൈവം പരിതപിക്കുന്നതിൻ്റെ കഥയുണ്ട്. ഇതുങ്ങളെയൊക്കെ സൃഷ്ടിച്ചു പോയല്ലോ എൻ്റെ ദൈവം എന്ന്. തിന്മ അത്രയും കയറി. അപ്പം ദൈവം തീരുമാനിച്ചു, ഇതുങ്ങളെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞേക്കാം. തിന്മ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞിട്ട് ആ നോഹയുടെ കാലഘട്ടം മുതൽ പുതിയ ഒരു വിശുദ്ധിയുടെ ഒരു ജനതയെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് വെള്ളം കൊണ്ടൊരു ശുദ്ധീകരണം, ജലം കൊണ്ടൊരു ശുദ്ധീകരണം. അങ്ങനെ നോഹയോട് പറഞ്ഞു, പെട്ടകമുണ്ടാക്ക്, ജലം കൊണ്ട് ഞാൻ ഒരു പുതിയ ജനത്തെ സ്ഥാപിക്കും. ഈ ജലം ആരാന്നറിയാവോ? പരിശുദ്ധാത്മാവ്. പ്രാവാരാണെന്നറിയാവോ? പരിശുദ്ധാത്മാവ്. തീ ആരാണെന്നറിയാവോ? പരിശുദ്ധാത്മാവ്. അഗ്നി ആരാണെന്നറിയാവോ? പരിശുദ്ധാത്മാവ്. ധ്യാനത്തിന് വരണേ, ഒക്കെ പറഞ്ഞുതരാം. എന്നിട്ട് ജലം കൊണ്ട് ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഉണ്ടല്ലോ, ഒരു നന്മയുടെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് നന്മയുള്ള ഓരോന്നിൻ്റെ ജോഡികൾ അകത്തേക്ക് കയറ്റാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ പിശാചിന് മനസ്സിലായി, ഇതിൻ്റെ അകത്ത് കയറിയില്ല നമ്മുടെ കഥ പോക്കാം. പുതിയ ഒരു ജനതയല്ലേ സൃഷ്ടിക്കുന്നത്, നല്ലത് മാത്രമല്ല ഇതിൻ്റെ അകത്തേക്ക് കയറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാൻ പിശാച് നോക്കിയിട്ട് ഒരു മാർഗം കാണുന്നത്. കാരണം പേര് വിളിച്ചാൽ കയറ്റുന്നത്. ആനയും ആനയുടെ ഭാര്യയും കയറുക, ആനയും ആനയുടെ ഭാര്യയും കയറി. കുതിരയും കുതിരയുടെ ഭാര്യയും കയറുക, ഒച്ചത്തിലാ പേര് വിളിക്കുന്നത്. കുതിരയുടെ ഭാര്യയും കയറി. കുറുക്കനും കുറുക്കൻ്റെ ഭാര്യയും. കുറുക്കൻ 2 ഭാര്യയെ കയറ്റാൻ നോക്കും, പറ്റിയാൽ ഒറ്റ ഭാര്യ മതി.
അങ്ങനെ എല്ലാവരും കയറി. പിശാചുണ്ടല്ലോ, പിശാച് വെപ്രാളമായി പോയി. കാരണം പിശാച് കയറുക എന്ന് പറയും, വിളിക്കുവോ? ഇല്ല. പിശാചിനാകെ വേവലാതിയായി. ഇതിൻ്റെ അകത്ത് കയറിയില്ലെങ്കിൽ പണി തീരും. അതുകൊണ്ട് പിശാചിന് വട്ടം കറങ്ങിയിട്ട് പിശാചിനൊരു ഐഡിയ. അവൻ നുണയൻ്റെ പിതാവാണ്. അവൻ ചെന്ന് കഴുതയോട് പറഞ്ഞു, നിന്നെ എത്ര വിളിച്ചാലും കയറരുത്, നിന്നെ കൊല്ലാൻ കൊണ്ടുപോവുക. കഴുതയോട് പറഞ്ഞു കൊടുത്തു, നിന്നെ എത്ര വിളിച്ചാലും കയറരുത്, നിന്നെ ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ട് കൊല്ലാൻ കൊണ്ടുപോവുക. നിന്നെ അടിച്ചു കയറ്റിയാലും നീ കയറരുത്, കാരണം നിന്നെ കൊല്ലാൻ കൊണ്ടുപോവുക. അവസാനം കഴുതയെ കയറ്റുക. കഴുതയും കഴുതയുടെ ഭാര്യ കയറി. ഭാര്യ കുറച്ചുകൂടി വെളിവും ബോധം ഉണ്ടായിരുന്നു. പക്ഷെ കഴുത കയറിയില്ല, ഭർത്താവ് കയറിയില്ല. ഒന്തി കയറാൻ നോക്കിയിട്ട് ഇത് കയറുന്നില്ല, കാരണം കൊല്ലാൻ കൊണ്ടുപോകല്ലേ. ഇവൻ കള്ളം പറഞ്ഞ് പിടിപ്പിച്ചല്ലോ. അടിച്ച് കയറി കയറുന്നില്ല. എന്നിട്ട് ഈ നോഹയ്ക്ക് അരിശം വന്നിട്ട്, കേറ് വിശാശേ. ഇപ്പൊ ആര് കയറി? പിശാച് കയറി. എൻ്റെ മക്കളെ, ഈ നോഹയുടെ പെട്ടകം എന്താന്ന് ഞാൻ പറഞ്ഞുതരട്ടെ. നിന്റെ ശരീരം കയറുന്നത് എങ്ങനെയാ? വിനാശകൻ നിനക്കെതിരെ വരുന്നു. കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തുക. കോട്ടകളേതാ? പഞ്ചേന്ദ്രിയങ്ങൾ. അതുകൊണ്ട് ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദകരവും കണ്ണിന് കൗതുകരവും അറിവേകാൻ കഴിയുമെന്നുള്ള അഭികാമ്യമാണെന്ന് കണ്ട് അത് പറിച്ചു തിന്നു. പഞ്ചേന്ദ്രിയങ്ങളോടെയാണ് പിശാച് കയറത്തുള്ളൂ. പഞ്ചേന്ദ്രിയങ്ങളില്ലെങ്കിൽ പാപം ചെയ്യാൻ പറ്റിയല്ല. അതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ചു. അങ്ങനെ ആദ്യം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പാപം ചെയ്തു. എങ്ങനെ? വചനം പറയുന്നു, ആസ്വാദകരം, കണ്ണിന് കൗതുകകരം, അറിവേകും അഭികാമ്യം. 5 ഇന്ദ്രിയങ്ങളുടെ അടയാളമാണ്. എന്നിട്ട് ഈ 5 ഇന്ദ്രിയങ്ങൾ വിശുദ്ധീകരിക്കുന്ന മറ്റൊരു കഥ പറഞ്ഞു തരാം. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭവനം കുലുങ്ങി. അതെപ്പോഴാ? പെന്തക്കോസ്ത് നാളിൽ തീനാവയുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എഴുന്നള്ളി വന്നു. അവർ കണ്ടു, അവർ കേട്ടു, അവർ സംസാരിച്ചു, അവർ അനുഭവിച്ചു. 5 ഇന്ദ്രിയങ്ങളും പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടു. എൻ്റെ മക്കളെ, അതിൻ്റെ അടയാളമാണ്. നീ മരിക്കാൻ കിടക്കുന്ന രംഗമാണ്. ഞാൻ മുൻകൂട്ടി പറയാവേ. അപ്പം നിനക്ക് നിന്റെ ശരീരത്തിൽ നിന്ന് പിടിവിടുന്ന ഒരു സമയമുണ്ട്. കണ്ണ് തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, കൈ ഉയർത്താൻ നോക്കിയിട്ട് പറ്റുന്നില്ല, കാലനക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, നാവ് ഉയർത്തി 2 പറയാൻ നോക്കിയിട്ട്. പണ്ട് നല്ല കലിപ്പി പറഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പം നാവ് ഒന്നുന്നില്ല, അനങ്ങുന്നില്ല. പക്ഷെ എല്ലാം അറിയാം. കൂട്ടുകാർ വരുന്നതും അവർ പരിതപിക്കുന്നതും, അടിച്ചു പോവുകയാണല്ലോ, എൻ്റെ ദൈവമേ പോയല്ലോ, ആയോ സാരമില്ല, ഭാര്യയാണേലും മരിച്ചു പോവുകയാണെങ്കിൽ കിച്ചു കഴിഞ്ഞ് ഒന്നുകൂടെ കെട്ടാവല്ലോ, ഭർത്താവിനെ ആശ്വസിക്കും. ഇതെല്ലാം നീ കേൾക്കും. പക്ഷെ നിനക്ക് അനങ്ങാൻ പറ്റുമോ? കാരണം എന്താ? നിന്റെ ശരീരം നിനക്ക് അന്യമായി. ഇവിടെ നിന്റെ ശരീരം ഈ ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ട് ഭൂമിയിൽ വേർപെടുത്തുക. അപ്പോൾ അതിനെ ചുമ്മാ കൊണ്ടേ കളയാൻ ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ഇത്രയും നാൾ ആത്മാവ് വസിച്ച ശരീരമല്ലേ, അതിനെ മലിനപ്പെടുത്താൻ ദൈവത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ദൈവം ഒരു പുരോഹിതന്റെ രൂപത്തിൽ വന്നിട്ട് പേരെന്നാ ചോദിക്കും? വർക്കി. അറിഞ്ഞും അറിയാതെ നിന്റെ തല കൊണ്ടും ബോധം കൊണ്ടും ചെയ്തു പോയ തെറ്റുകളൊക്കെ നിനക്ക് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാൻ വെളിവും ബോധവും ഇല്ലാത്തതുകൊണ്ട്, നാവ് പൊന്താത്തത് കൊണ്ട് കുരിശടയാളത്തിൽ അത് പൊറുക്കുന്നു. തലയിലെ പോയി വർക്കി. നിന്റെ കണ്ണുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരി ഇനി നിനക്ക് ശേഷിയില്ലാത്തതുകൊണ്ട്, നിന്റെ നാവ് പൊന്താത്തത് കൊണ്ടും കണ്ണ് തുറക്കാൻ പറ്റാത്തത് കൊണ്ടും കണ്ണ് വിശുദ്ധീകരിച്ചു. പിന്നെയോ എനിക്ക് മനസ്സിലായി ഇപ്പം എന്താ അനങ്ങാതിരിക്കുന്നതെന്നുള്ളത്. ഇതെനിക്ക് മാത്രം സംഭവിക്കുകയല്ല, ഞാൻ ഉടലോടെ സ്വർഗത്തിലേക്ക് പോവുക. എൻ്റെ മക്കളെ നോക്ക്, ഈ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ വെഞ്ചരിച്ച് വിശുദ്ധീകരിച്ചിട്ട് ഭൂമിയിലേക്ക് വിടും. നിൻ്റെ ജീവനാത്മാ സ്വർഗത്തിലേക്ക് എടുക്കും. പാപത്തിൽ കൂടോത്ര മന്ത്രവാദത്തിന് പുറകെ നടക്കുന്നവനൊക്കെ കൊണ്ടുപോകും. അത് അപ്പോൾ സഹനം വരുന്ന വഴി 4, തകർച്ച വരുന്ന വഴി 4. 1, എൻ്റെ പാപം എൻ്റെ അകൃത്യം. 2, അന്യൻ്റെ പാപം. ഇതൊക്കെ വചനമുണ്ട് കേട്ടോ, ഓരോന്ന്. അന്യൻ്റെ പാപം, അന്യൻ്റെ അകൃത്യം. 3, ദൈവസഹനം തരും. 4, പിശാച് സഹനം കൊണ്ടുവരും നിന്റെ അനുവാദത്തോടെ. നീ കണ്ണു തുറന്ന് അതിനെ സ്വീകരിച്ചാൽ, കാത് തുറന്ന് സ്വീകരിച്ചാൽ, നാവ് ഉയർത്തി സ്വീകരിച്ചാൽ, കരങ്ങൾ കൊണ്ട് തൊട്ട് സ്വീകരിച്ചാൽ, ഘ്രാണത്തിലൂടെ സ്വീകരിച്ചാൽ ഉള്ളിലേക്ക് കയറും. എന്നിട്ട് അത് നിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും.
ബാഹ്യേന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളെ വ്യാഖ്യാനിക്കാൻ യുക്തിബോധം ദൈവം തന്നു എന്ന് പ്രഭാഷോസ് 17:5 പറയുന്നുണ്ട്. ആ യുക്തിബോധം പിശാച് ഏറ്റെടുക്കും. എന്നിട്ട് പിശാച് നിന്നെ നയിക്കും. അപ്പോൾ വചനം പറയും, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഞാൻ ഇച്ഛിക്കുന്നല്ല വെറുക്കുന്നാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാതെ ഞാൻ പ്രവർത്തിക്കുന്നെങ്കിൽ അത് ചെയ്യുന്ന ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്.